കറാച്ചിയിൽ നിന്നും പുറപ്പെട്ട ക്രിസ്ത്യൻ വേട്ട ദക്ഷിണേന്ത്യയിലും വേരുപിടിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. ഭീതിയോടെയും നെഞ്ചിടിപ്പോടെയും രാജ്യം കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടുതീർത്ത ദൃശ്യം. ഹനുമാൻ ദീക്ഷയോടനുബന്ധിച്ച് ചില കുട്ടികൾ കാവി വസ്ത്രം ധരിച്ച് സ്കൂളിലെത്തിയപ്പോൾ യൂണിഫോമിന് പകരം കാവി ധരിക്കുന്നതിന് മാതാപിതാക്കളുടെ അനുവാദം വേണമെന്ന സ്കൂൾ മാനേജ്മെന്റ് പറഞ്ഞതാണ് പ്രകോപന കാരണം. സ്കൂളിലെത്തിയ ഹിന്ദുത്വവാദികൾ വൈദികരെ കാവി ഷോൾ ധരിപ്പിക്കുകയും ജയ് ശ്രീറാം വിളിപ്പിക്കുകയും മർദ്ദിക്കുകയും ടെറസിന് മുകളിലെത്തിച്ച് മാപ്പ് പറയിക്കുകയും ചെയ്യുന്നു. സ്കൂളിലെത്തിയ കന്യാസ്ത്രീകളെ അവരുടെ വേഷം ധരിച്ച് സ്കൂളിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല. കേരളത്തിൽ വന്ന പിണറായി വിജയൻ വർഗീയവാദി എന്ന് പറയുന്ന രേവൻ റെഡ്ഡിയുടെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്താണ് ഈ ക്രൂരകൃത്യങ്ങൾ അരങ്ങേറുന്നത് എന്നോർക്കണം. പിണറായി വിജയനെ വർഗീയവാദി എന്ന് വിളിച്ചാക്ഷേപിക്കുന്ന അതേ സമയത്താണ് തെലങ്കാനയിൽ ഒരു വിദ്യാലയത്തിന് നേരെ വർഗീയവാദികൾ അഴിഞ്ഞാടുന്നത്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായ ഉടനെ നരേന്ദ്രമോദി തന്റെ മൂത്ത സഹോദരൻ എന്ന് പറഞ്ഞ രേവൻ റെഡ്ഡിക്ക്, വികസനത്തിനായി ഗുജറാത്ത് മോഡൽ പിന്തുടരുമെന്ന് പറഞ്ഞ രേവൻ റെഡ്ഡിക്ക് ഇതൊന്നും പ്രശ്നമാകാനേ വഴിയില്ല. പക്ഷേ സംഘപരിവാർ ഭരണത്തിലെന്ന പോലെ കോൺഗ്രസ് ഭരണത്തിലും ന്യൂനപക്ഷങ്ങൾ അരക്ഷിതരാകുമ്പോൾ ഈ രാജ്യം ന്യൂനപക്ഷങ്ങളുടേതല്ലാതാകുകയാണോ? ഈ വിഷയം ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുകയാണ്. അതിഥികളായി വി ശിവദാസൻ CPIM-ൽ നിന്നും, അഡ്വക്കേറ്റ് വസന്ത് സിറിയക് കോൺഗ്രസ് നേതാവ്, മിഥുൻ വിജയകുമാർ വലത് നിരീക്ഷകൻ, ഷൈജു ആന്റണി അൽമായ മുന്നേറ്റം പ്രതിനിധി എന്നിവരാണ്. ആദ്യം മിഥുനിലേക്ക് പോകുന്നു. മിഥുൻ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് നേരെ പാറക്കല്ലും കുറുവടികളുമായി കാവി വസ്ത്രധാരിയായ ഒരു വിഭാഗം ആളുകൾ പാഞ്ഞെടുക്കുന്നു, വൈദികരെ തടഞ്ഞു നിർത്തുന്നു, മർദ്ദിക്കുന്നു, ജയ് ശ്രീറാം വിളിപ്പിക്കുന്നു, കാവി ഷോൾ അണിയിക്കുന്നു. നോക്കൂ, ഒരു സ്കൂളിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ ആ സ്കൂളിലെ യൂണിഫോം ധരിക്കണം എന്ന് മാനേജ്മെന്റ് പറയുക അത് സാധാരണഗതിയിൽ സംഭവിക്കുന്ന കാര്യമാണ്. അതിനാണ് ഇത്രമാത്രം ക്രൂരതകൾ അരങ്ങേറുന്നത്. മിഥുൻ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ അത് ഏത് മതത്തിൻ്റെ പേരിലാണെങ്കിലും ഏത് വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിലും ഏത് ജാതിയിലോ മതത്തിലോ പെട്ട ആളുകളാണെങ്കിൽ പോലും അതിനൊക്കെ എതിർക്കുക തന്നെ വേണം. പൂർണ്ണമായും ഇങ്ങനെയുള്ള സംഭവങ്ങളെ എതിർക്കുന്നു. പക്ഷേ ഈ ഹനുമാൻ ദീക്ഷ എന്ന് പറയുന്നത് ആന്ധ്ര, തെലങ്കാന, ഇവിടെ ഇതൊരു പുതിയ സംഭവമല്ല. ഇതെത്രയോ വർഷങ്ങളായിട്ട് അവിടുത്തെ ഹിന്ദുക്കൾ ആചരിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ ശബരിമലയ്ക്ക് നോമ്പെടുക്കുന്ന പോലെയാണ് അവിടുത്തെ ഹനുമാൻ ദീക്ഷ എടുക്കുന്നത്. അപ്പം പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ആ ഒരു ഇളവ് നൽകാറുണ്ട്. ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇളവ് നൽകാൻ സാധിക്കാതെ പോയത്? കാരണം ഇതൊരു പുതിയ കാര്യമല്ല. ഇതെല്ലാ കാലത്തും അവിടെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ചത്? ആ വിദ്യാഭ്യാസ സ്ഥാപനം എന്തുകൊണ്ടാണ് ഈ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് ഹനുമാൻ ദീക്ഷ എടുത്ത കുട്ടികളെ വിലക്കിയത് എന്തുകൊണ്ട് എന്നത് അവിടെ ഒരു ചോദ്യചിഹ്നമായി കിടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള അക്രമ സംഭവങ്ങളെ തീർച്ചയായും അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഒരു മതവിശ്വാസത്തെ മിഥുൻ ഉയർത്തിയ വിഷയത്തിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അല്പം കൂടി ഞാൻ വ്യക്തതയ്ക്ക് വേണ്ടി പറയാം. മിഥുൻ പറഞ്ഞതുപോലെ ആ സ്കൂളിലെ ഈ വിദ്യാർത്ഥികൾ തന്നെ അവിടെ ഇങ്ങനെ ഒരു ഹനുമാൻ ദീക്ഷയ്ക്ക് വേണ്ടിയുള്ള അവരുടേതായിട്ടുള്ള മതാചാരങ്ങൾ പിന്തുടരുന്നത് ആദ്യമാകില്ല. ഒരുപക്ഷെ കഴിഞ്ഞ വർഷം ഇതേ വിദ്യാർത്ഥികൾ തന്നെ അത് നടത്തിയിട്ടുണ്ടാകാം. ഇവിടെ ഇപ്പോൾ ഇത്തവണ മാനേജ്മെന്റ് ആവശ്യപ്പെട്ടത് നിങ്ങൾക്ക് കാവി വസ്ത്രം ധരിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ അതാകാം, പക്ഷേ അത് യൂണിഫോമിന് മുകളിലാകണം എന്ന് മാത്രമല്ല, അതിൽ മാതാപിതാക്കൾക്ക് അത്തരത്തിലൊരു ആവശ്യമുണ്ട്. തങ്ങളുടെ വിദ്യാർത്ഥികൾ ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നതുമായി ബന്ധപ്പെട്ടെന്ന് മാതാപിതാക്കൾ അധ്യാപകരെ അറിയിക്കണം. അത് സാധാരണഗതിയിൽ എല്ലാ സ്കൂളിലും എല്ലാ മാനേജ്മെന്റും സ്വീകരിക്കുന്ന നടപടിക്രമങ്ങളുടെ ഭാഗമാകാൻ മാത്രമേ ഇടയുള്ളൂ. പക്ഷേ അപ്പോഴേക്കും ഈ സ്കൂളിൽ കാവി വസ്ത്രം അനുവദിക്കുന്നില്ല എന്ന തരത്തിൽ ചില വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. അങ്ങനെ മതസ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നു എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നു. അതിന് പിന്നാലെയാണ് ഈ ജയ് ശ്രീറാം ഇന്ന് ഈ രാജ്യത്തെ മതേതരത്വത്തിന്റെ മേൽ വിലങ്ങുതടിയായി മാറുന്നത്. അതെങ്ങനെയാണ് മിഥുൻ ഉണ്ടാകുന്നത്? ഒന്നാമത്തെ കാര്യം, താങ്കളുടെ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരം കിടപ്പുണ്ട്. കാരണം ഇത്രയും കാലം ഇല്ലാത്തൊരു പുതിയ ആചാരം എന്തിനാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷന് പാലിക്കേണ്ട ആവശ്യം വന്നത്? കാരണം ഹനുമാൻ ദീക്ഷ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പുതിയ ചടങ്ങോ ഒരു പുതിയ ഹിന്ദു ആചാരമൊന്നും അല്ല. കാരണം അവിടെ എല്ലാ സ്കൂളുകളും കുട്ടികൾക്ക് ഇതിനു വേണ്ടിയുള്ള പെർമിഷൻ കൊടുക്കാറുണ്ട്. ഗവൺമെൻറ് സ്ഥാപനങ്ങൾ പോലും ഇതിനു വേണ്ടിയുള്ള അനുമതി കൊടുക്കാറുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു കൊന്നൈഘാട്ടു എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഹനുമാൻ അമ്പലവുമായി ബന്ധപ്പെട്ടുള്ളൊരു ആചാരമാണ്. ഇതിൽ പല വ്യക്തികളും
പല ആളുകളും പല ഗവൺമെൻറ് സ്ഥാപനങ്ങൾ പോലും അതിനുള്ള ഒരു ഇളവ് നൽകാറുണ്ട്. ഇവിടുത്തെ നമ്മുടെ ഈ മലയ്ക്ക് പോകുമ്പോൾ എടുക്കുന്ന നോമ്പുമായിട്ട് പൂർണ്ണമായും താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. 41 ദിവസത്തെ വ്രതമാണ് അവർ അനുഷ്ഠിക്കുന്നത്. അതിൽ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, ധരിക്കേണ്ട വസ്ത്രത്തിൻ്റെ ചില കോഡുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ട് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സഹകരിക്കുമ്പം ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഇറക്കേണ്ടി വന്നത്? കാരണം പേരൻസിൻ്റെ പെർമിഷൻ വേണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില പുതിയ കണ്ടീഷൻസ് ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഇറക്കേണ്ട ആവശ്യം എന്തുകൊണ്ടായിരുന്നു എന്നതാണ് നമ്മൾ ആദ്യം ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യം. എന്തുകൊണ്ടും ഇതുപോലുള്ള ചില തീവ്ര വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ചെന്ന് അവിടെ പ്രശ്നമുണ്ടാക്കിയത് എന്തുകൊണ്ടും അത് എതിർക്കേണ്ട കാര്യം തന്നെയാണ്. അതിനെതിരെ പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഒരു മതത്തിൻ്റെ വിശ്വാസത്തെ മാത്രം ഇവിടെ മാറ്റി നിർത്തുന്നത്? നമുക്കറിയാം, ഇവിടെ വെള്ളിയാഴ്ചകളിൽ പല സ്കൂളുകളിലും 2 മണിക്കൂർ എന്താ പറയുക ഇൻ്റർവെല് കൊടുക്കുമല്ലോ. അത് ഏത് മതത്തിന് വേണ്ടിയാണ്? അപ്പം ഇങ്ങനെയുള്ള ഇളവുകളൊക്കെ എല്ലാ മതവിഭാഗങ്ങളെയും നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ഇൻക്ലൂസീവ് സെക്യുലറിസത്തിൽ വിശ്വസിക്കുന്ന രാജ്യത്തിൽ ഇതൊക്കെ എന്താ പറയുക ഒരു അനാവശ്യമായിട്ടുള്ളൊരു കാര്യമല്ലേ? കാരണം മുൻപ് ചില സ്കൂളിലെ വിദ്യാർത്ഥികൾ ഈ ഹിജാബുമായി ബന്ധപ്പെട്ട് വിഷയം ഉണ്ടാകുമ്പോൾ അന്ന് ഇൻക്ലൂസീവ്നെസ് ഒന്നും കണ്ടില്ല എന്നുള്ളതാണ് മിഥുൻ പ്രശ്നം. ഞാൻ മടങ്ങി വരാം മിഥുനിലേക്ക്. ശ്രീ ഷൈജു ആന്റണി, ഞാൻ വരാം മിഥുൻ, നമുക്ക് അടുത്ത ഘട്ടത്തിൽ ആ വിഷയത്തിലേക്ക് വരാം. ശ്രീ ഷൈജു ആന്റണി, അത് പോയിന്റായി തന്നെ നിൽക്കട്ടെ മിഥുൻ. ഷൈജു ആന്റണി, ഇപ്പോൾ ഇവിടെ മിഥുൻ പറയുന്നത് പോലെ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഇതിന് മുൻപില്ലാത്തൊരു കണ്ടീഷൻ എന്തുകൊണ്ട് ഇത്തവണ ഉണ്ടാകുന്നു? അതൊരു മതവിഭാഗത്തെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണ് എന്നതാണ് ഈ സ്കൂൾ മാനേജ്മെന്റിനെതിരെ മാതാപിതാക്കൾ നൽകിയ പരാതിയിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അവരുടെ വിശ്വാസത്തെ ഹനിക്കാൻ ശ്രമിച്ചു എന്നുള്ളത്. അപ്പോൾ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഹിന്ദു വിഭാഗത്തിനെതിരെ അങ്ങനെ ഒരു നടപടി എടുത്തു എന്നുള്ളതാണ് ആക്ഷേപം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയങ്ങളെ മുഴുവൻ വല്ലാതെ വളച്ചൊടിച്ചാണ് ശ്രീ മിഥുൻ ഇവിടെ അവതരിപ്പിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് 1-2 കുട്ടികൾ അവിടെ ഈ ഹനുമാൻ ദീക്ഷ എടുത്തപ്പോൾ ഈ കാവി വസ്ത്രം ധരിച്ചു കൊണ്ടുവന്നത്. അതുവരെ ഹനുമാൻ ദീക്ഷ എടുക്കുമ്പോൾ കാവി വസ്ത്രം വേണ്ട, അവർ യൂണിഫോം ഇട്ടാണ് വന്നിരുന്നത്. അവരുടെ മാല മാത്രം ധരിച്ചു, അല്ലെങ്കിൽ മറ്റെന്തോ അടയാളങ്ങൾ മാത്രം ധരിച്ചുകൊണ്ടാണ് വന്നിരുന്നത്. കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് ഹനുമാൻ ദീക്ഷ എടുത്തപ്പോൾ ഈ വസ്ത്രം ഇട്ടുകൊണ്ട് വന്നത്. അപ്പോൾ അവരെ വിളിച്ചേച്ച് പറഞ്ഞു, ഇത്തരം വസ്ത്രം ഇട്ടുകൊണ്ട് വരുമ്പോൾ നിങ്ങൾ യൂണിഫോമിൻ്റെ മീതയിൽ നിങ്ങളുടെ ഷോൾ ഇട്ടോളൂ, പക്ഷേ യൂണിഫോം ഇവിടെ നിർബന്ധമാണ്, യൂണിഫോം അങ്ങനെയല്ല. അത് കഴിഞ്ഞ വർഷം അവർ പാലിച്ചു. ഇപ്രാവശ്യം ഒരു സംഘം ആളുകൾ ബോധപൂർവം ഇതേ കാര്യത്തിന് വേണ്ടി ഹനുമാൻ ദീക്ഷ എടുക്കുന്നു. ഇതിൽ എത്ര പേർ ഹനുമാൻ ദീക്ഷ എടുത്തവരാണ് എടുക്കാത്തവരാണ് എന്നൊന്നും സ്കൂൾ മാനേജ്മെൻറ്റിന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് സ്കൂൾ മാനേജ്മെൻറ്റ് അത്തരം ഹനുമാൻ ദീക്ഷ എടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നു എന്നറിഞ്ഞതുകൊണ്ട് ആ സ്കൂൾ മാനേജ്മെൻറ്റ് വളരെ വ്യക്തമായിട്ട് അവരുടെ കുട്ടികളുടെ പാരൻസിനെ വിളിച്ച്, നിങ്ങൾ യൂണിഫോം ഇട്ടോളൂ, നിങ്ങളുടെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇട്ടോളൂ, പക്ഷേ യൂണിഫോം ഇട്ടുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ കുട്ടികളെ ഇത് അനുവദിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ എന്തെങ്കിലും ഒരു അണ്ടർടേക്കിംഗ് കൊടുത്തു വിടണം എന്നാവശ്യപ്പെട്ടു. ഇതാദ്യമായി ഞാൻ പറഞ്ഞത്, കാലങ്ങളായി ഹനുമാൻ ദീക്ഷ എടുക്കുന്നവരെല്ലാവരും ഇങ്ങനെയായിരുന്നു എന്ന് പറയരുത്. ഹനുമാൻ ദീക്ഷയുടെ കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് നോക്കുക, അവിടെ ഇങ്ങനെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് കാലങ്ങളായി ഇങ്ങനെയായിരുന്നു പറയരുത്. ഇനി അടുത്തൊരു കാര്യം, അതേ സ്ഥലത്ത് തൊട്ടപ്പുറത്ത് CBSE സ്കൂളുണ്ട്. അവിടെ അവർക്ക് ഈ പ്രശ്നമില്ല, അവർ യൂണിഫോം ഇട്ടാണ് വരുന്നത്. അവർക്ക് അവിടെ ഈ യൂണിഫോം ഇടണ്ട, ഈ കാവി വസ്ത്രം ധരിക്കണ്ട, അവർക്ക് ഈ പ്രശ്നമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിൽ മാത്രം ഈ പ്രശ്നം? ഇനി ഇവരെ ആരും അവിടെ കയറ്റാതിരുന്നില്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. അന്നേ ദിവസം രാവിലെ തലേ ദിവസം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അന്നേ ദിവസം രാവിലെ ഒരു സംഘം ആളുകൾ ആക്രോശിച്ചുകൊണ്ട് അവിടെ എത്തി അതിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് ജയ് ശ്രീറാം വിളിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഒരു ക്രിസ്ത്യാനോ ഫോബിയ, അതായത് ക്രിസ്ത്യാനികൾ മതം മാറ്റുന്നവരാണ് എന്ന ഒരു പ്രചാരണത്തിന് ആക്കം കൊടുക്കാൻ വേണ്ടി ബോധപൂർവം ചില ഇൻസിഡൻറ്റുകൾ ഉണ്ടാക്കുകയാണ്. ഞങ്ങൾ ഇത്തരം ഇൻസിഡൻറ്റുകളെ വല്ലാതെ ഭയത്തോടെ കാണുന്നു. കാരണം അങ്ങനെ കാണാതിരിക്കാനാവാത്തത് കൊണ്ടാണ്. കാന്ധമാൽ ഓർമ്മയിലുണ്ട്, ഒരു ഇൻസിഡൻറ്റിൻ്റെ പേര് പറഞ്ഞ് അത് മുഴുവൻ ക്രിസ്ത്യാനികൾ ചെയ്തതാണ് എന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് ആളുകൾ പലായനം ചെയ്യപ്പെടേണ്ടി വന്നത്, ആയിരക്കണക്കിന് കുടുംബങ്ങൾ നഷ്ടപ്പെട്ടത്, 100 കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടത് കാന്ധമാൽ ഓർമ്മയിലുണ്ട്. അതുകൊണ്ടാണ് ഒരാൾക്കൂട്ട ആക്രമണം ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മനുഷ്യരുടെ വികാരം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതത്ര നിസ്സാരമായൊരു കാര്യമല്ല. ഇങ്ങനെ ഒരു വിഷയമുണ്ടായിരുന്നു,
അതവർക്ക് പരിഹരിക്കണമായിരുന്നെങ്കിൽ ഈ ഹനുമാൻ സേനയുടെ ഏതെങ്കിലും മുതിർന്ന ഭാരവാഹികൾക്ക് അവിടെ ചെന്ന് സ്കൂൾ മാനേജ്മെൻറ്റിനോട് സംസാരിക്കാമായിരുന്നല്ലോ. തൊട്ട് പിറ്റേ ദിവസം രാവിലെ ഇവിടെ വലിയ ഒരു ആൾക്കൂട്ടത്തെ കൊണ്ടുവന്ന് നിർത്തി ജയ് ശ്രീറാം വിളിച്ചു വലിയ ബഹളമുണ്ടാക്കുകയാണോ ചെയ്യേണ്ടത്? അക്രമം കാണിക്കുകയാണോ ചെയ്യേണ്ടത്? മദർ തെരേസയുടെ രൂപം അടിച്ചു തകർക്കുകയാണോ ചെയ്യേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, സമാധാനപരമായി ഒന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെ ഒരു കാര്യം പറയുന്നു, ആ പറഞ്ഞ കാര്യത്തിനകത്ത് ഇവർക്ക് എതിർപ്പുണ്ടെങ്കിൽ ഇവരുടെ മുതിർന്ന ഭാരവാഹികളെ വിട്ട് ആദ്യം അവിടെ പോയി സംസാരിക്കണം. അപ്പോൾ ഒന്നുമില്ലാതെ വളരെ പെട്ടെന്ന് പ്രകോപനമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ബോധപൂർവമായി ചെയ്തതുപോലെ തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞാനവിടെ ചാർജുള്ള വൈദികരോട് സംസാരിച്ചതാണ്, അവിടെ തൊട്ടടുത്തുള്ള മറ്റു വൈദികരോട് സംസാരിച്ചതാണ്. നേരത്തെ മിഥുൻ പറഞ്ഞു ഈ ശബരിമലയിലെ നോമ്പെടുക്കുന്നത് പോലെ തന്നെയാണെന്ന് പറഞ്ഞു. ഞാനത് സമ്മതിക്കുന്നു, അതുപോലെ തന്നെയാണ്. 41 ദിവസത്തെ വ്രതമെടുക്കുന്നവരുണ്ട്, 21 ദിവസത്തെ വ്രതമെടുക്കുന്നവരുണ്ട്, അങ്ങനെയൊക്കെയാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയത്. പക്ഷെ ഇവിടെ ശബരിമലയിൽ നോമ്പെടുക്കുന്ന സമയത്ത് ഏതെങ്കിലും സ്കൂൾ കുട്ടികൾ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് സ്കൂളിൽ പോകുന്നതായി കണ്ടിട്ടുണ്ടോ? ഞാനിവിടെ കണ്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇവിടെ എല്ലാവരും യൂണിഫോം ഇട്ട് തന്നെയാണ് വരുന്നത്, അവരുടെ വേഷങ്ങൾ ധരിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഹൈന്ദവ മതവികാരം വ്രണപ്പെടുത്തിയതാണ് എന്ന ബോധപൂർവമായൊരു പ്രചാരണം നടക്കുന്നു എന്നുള്ളതിനെ നിസ്സാരവൽക്കരിച്ച് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം. തീർച്ചയായും ശ്രീ ഷൈജു ആന്റണി അതിനെ അത്ര നിസ്സാരവൽക്കരിച്ച് കാണുക. ശ്രീ വി ശിവദാസൻ, ഇവിടെ ഇപ്പോൾ ഷൈജു ആന്റണി പറയുന്നതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ്. തെലങ്കാനയിൽ നമ്മൾ കണ്ട സംഭവം അതൊരു തിരക്കഥയായിരുന്നു, അത് സ്ക്രിപ്റ്റഡ് ആയിരുന്നു. ഇത്തരത്തിൽ ഈ ഹിന്ദു വിഭാഗത്തിന് നേരെ ആക്രമണം നടക്കുന്ന ഒരു നറേഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ സംഘപരിവാറിനായിട്ടുമുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഏതൊക്കെ ഇടങ്ങളിലൂടെയാണ് ശ്രീ വി ശിവദാസൻ ഇത്തരത്തിൽ ഹിന്ദുത്വ വർഗീയത കടന്നുകയറുന്നത്? രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് ഏറ്റവും വലിയ അക്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷം 2023 മാത്രം ഏകദേശം 500ഓളം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2022 സമാനമായ നിലയിൽ നമുക്ക് അക്രമ സംഭവങ്ങൾ കാണാൻ പറ്റും. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കെതിരായി നടന്നിട്ടുള്ള ആക്രമണത്തിൻ്റെ എണ്ണം എടുത്താൽ തന്നെ എത്രമാത്രം ഭീകരമാണതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മണിപ്പൂർ നമ്മുടെ മുമ്പിൽ ഒരു ജീവിക്കുന്ന യാഥാർത്ഥ്യമായി നിൽക്കുകയാണ്. പാവപ്പെട്ട സ്ത്രീകൾ തെരുവുകളിൽ പൂർണ്ണനഗ്നരായി നടക്കേണ്ടി വന്ന ഈ രാജ്യം കണ്ട ഏറ്റവും വേദനിക്കുന്ന കാഴ്ചകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. മണിപ്പൂരിൽ നിന്ന് തെലങ്കാനയിലേക്ക് എത്തുമ്പോൾ നാം കാണുന്ന എന്താണ്? മദർ തെരേസയുടെ ലോകം ആദരിക്കുന്ന മഹത്തായ സംഭാവനകൾ നൽകിയിട്ടുള്ള മഹനീയ രൂപം വ്യക്തി ആ മദർ തെരേസയുടെ പ്രതിമയെ അടിച്ചു തകർക്കുന്നു. അവരുടെ നാമധേയത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിന് നേരെ തുരുതുര കല്ലുകൾ എറിയുന്നു. എന്നിട്ട് അവിടുത്തെ തെലങ്കാനയിലെ സർക്കാർ അതേ സ്ഥാപനത്തിനെതിരായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അക്രമകാരികളെ പിടിക്കാൻ, അറസ്റ്റ് ചെയ്യാൻ, ജയിലിലടക്കാൻ, കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കുന്നതിന് പറ്റുന്ന നിലയിൽ പോലീസ് സംവിധാനത്തെ വിന്യസിപ്പിക്കാൻ ഒന്നും തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള തെലങ്കാനയിലെ സർക്കാരിന് മനസ്സില്ല എന്നുള്ളത് അമ്പരപ്പിക്കുന്ന മറ്റൊരു കാഴ്ചയാണ്. RSSനോട് വിധേയത്വം കാണിക്കുന്ന, RSSൻ്റെ രാഷ്ട്രീയത്തോട് ഒട്ടി നിൽക്കുന്ന ഒരു വല്ലാത്തൊരു സമീപനം തെലങ്കാനയിലെ കോൺഗ്രസിൻ്റെ സർക്കാരും സ്വീകരിച്ചിരിക്കുകയാണ്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ മോദി തൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ മോദിയുടെ രാഷ്ട്രീയത്തെ തൻ്റെ രാഷ്ട്രീയത്തിൻ്റെ മുകളിൽ പ്രതീക്ഷിക്കുന്ന ഒരു മാനസിക നിലയുള്ളവരായിരിക്കും. അതുകൊണ്ട് രേവന്ത് റെഡ്ഡിയിൽ നിന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള സമീപനങ്ങളെ കണ്ട് നമ്മൾ അമ്പരക്കേണ്ടുന്ന കാര്യമില്ല. കാരണം കോൺഗ്രസ് എന്നുള്ളത് അങ്ങനെയാണ്. RSSനെതിരായി ഉറച്ച നിലപാടെടുക്കാൻ ശേഷിയില്ലാത്തവരാണ്. അതുകൊണ്ടാണ് അവർ CAA-യെക്കുറിച്ച് അവരുടെ പ്രകടന പത്രികയിൽ മൗനം പാലിച്ചത്. ഇവിടെ RSSൻ്റെ രാഷ്ട്രീയം ഇന്ത്യയിൽ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അക്രമ സംഭവങ്ങൾ, അതിൻ്റെ വിശദാംശത്തിലേക്ക് കടക്കുമ്പോൾ ഓരോ സംസ്ഥാനത്തിനകത്തും എത്രമാത്രം സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കർണാടകത്തിൽ നാം ഏറെയൊന്നും മുമ്പല്ലാതെ വിദ്യാർത്ഥിനികൾക്ക് നേരെയുള്ള അക്രമത്തിൻ്റെ റിപ്പോർട്ടുകൾ വായിക്കുകയുണ്ടായി. ബംഗാളിൽ മത്സ്യം കഴിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ വിദ്യാർത്ഥികൾ ആക്രമിക്കപ്പെട്ടത്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ 300 രാമായണങ്ങൾ എന്ന പുസ്തകം അത് ക്ലാസ് മുറിയിൽ പഠിപ്പിച്ചതിന് അധ്യാപകൻ ആക്രമിക്കപ്പെട്ടത്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ ആ യൂണിയൻ്റെ ഭാരവാഹിയായിട്ടുള്ള വിദ്യാർത്ഥിനിയെ അവിടെ വിദ്യാർത്ഥികളുടെ എല്ലാം മുമ്പിലിട്ട് അപമാനിച്ചത്. എത്രയെത്ര സംഭവങ്ങൾ
ഈ RSSൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗാന്ധിജിയെ കൊന്ന രാഷ്ട്രീയം ഈ രാജ്യത്ത് മതനിരപേക്ഷതയുടെ അവസാനത്തെ ആണിക്കല്ലും തകർത്ത് മാത്രമേ ഞങ്ങൾ അവസാനിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. RSSൻ്റെ രാഷ്ട്രീയത്തിനെതിരായി ഒറ്റക്കെട്ടായി നിൽക്കാൻ എല്ലാ ആളുകളും തയ്യാറാവുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ. സവർക്കർ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഇന്ത്യയോട് കൂറ് കാണിക്കുക എന്നുള്ളത് പ്രായോഗികമായിട്ട് സാധിക്കാത്തതാണ്. കാരണം അത് അവരുടെ പുണ്യഭൂമി എന്നുള്ളത് ഇന്ത്യക്ക് വെളിയിലാണ് എന്ന് സവർക്കർ പറഞ്ഞത് നമ്മൾ ഓർമ്മിക്കണം. ആ സവർക്കർ പറഞ്ഞ വാക്കിൻ്റെ രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. RSS അത് മറ്റൊരർത്ഥത്തിൽ പറയുകയും അത് പ്രയോഗത്തിലൂടെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ആക്രമിക്കുക എന്ന ഒരു രാഷ്ട്രീയം ഇന്ത്യയിൽ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള തീവ്ര ശ്രമം അവർ നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അവിടെ അധ്യാപകർ, വിദ്യാർത്ഥികൾ, സ്ഥാപനത്തിൻ്റെ വസ്തുവകകൾ എല്ലാം ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. ഏതായാലും ഇത് അത്യന്തം അപലനീയമാണ്, ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. പക്ഷേ BJPയുടെ സർക്കാരിൻ്റെ കാലത്ത് RSS എന്ന ഭീകര സംഘടനയെ എല്ലാ അർത്ഥത്തിലും കയറൂരി വിട്ടിരിക്കുന്ന കാഴ്ച നമ്മയെല്ലാം വല്ലാത്ത നിലയിൽ വേദനിപ്പിക്കുന്നു, അമ്പരപ്പിക്കുന്നതുമാണ്. RSSൻ്റെ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള സമരം മാത്രമാണ് ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളെ ഇല്ലാതാക്കുന്നതിനുള്ള നമ്മുടെ മുമ്പിലുള്ള മാർഗം. അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക്, ഇതിൽ ഏറ്റവും പ്രധാനം, ഇത് നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ്. അത് ദക്ഷിണേന്ത്യയിലേക്ക് കൂടി വരുമ്പോൾ തെലങ്കാന അതിനുള്ള ഏറ്റവും പര്യാപ്തമായ തരത്തിൽ ആ സംസ്ഥാനം പാകപ്പെടുകയാണ് എന്നുള്ളതാണ്. രേവന്ത് റെഡ്ഡി കേരളത്തിലാണ്. പിണറായി വിജയനെ വർഗീയവാദി എന്ന് കേരളത്തിൽ വന്ന് വിളിക്കുന്ന അതേ ദിവസമാണ് ഒരു കൂട്ടം വർഗീയവാദികൾ ഇത്തരത്തിൽ ആ സ്കൂളിന് മുന്നിൽ അഴിഞ്ഞാടുന്നത്. വസന്ത് നോക്കൂ, ആ സ്കൂൾ മാനേജ്മെന്റിനെതിരെയാണ് പിന്നീട് കേസെടുക്കുന്നത്. ആ പോലീസ് സംവിധാനം പോലും അവിടെ നോക്കി നിൽക്കുകയാണ്. എങ്ങനെയാണ് വസന്ത് ഒരു സംസ്ഥാനത്ത് സർക്കാർ സംവിധാനങ്ങൾ ആകെ നിഷ്ക്രിയമായി ഇതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്നത്? അല്ല അസിത, നോക്കൂ, രേവന്ത് റെഡ്ഡിയോട് വളരെ കൃത്യമായി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഈ കാര്യങ്ങൾ ഉന്നയിക്കുകയും അദ്ദേഹവുമായി സംസാരിക്കുകയും ചെയ്യുകയും അതിനുശേഷം അവിടെ കൃത്യമായ നിയമ നടപടികൾ ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പ് നൽകുകയും ചെയ്തു. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് നേരിട്ട് ഈ വൈദികനെ വിളിച്ചു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം തന്നെ പറയുകയാണ്, എന്നെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ വിളിച്ച് സംസാരിച്ചിരുന്നു, എല്ലാ നിയമസഹായങ്ങളും എല്ലാ രാഷ്ട്രീയ സഹായങ്ങളും അവിടെ വാഗ്ദാനം ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. നോക്കൂ, പരാതി കിട്ടി, ഏറ്റവും ആദ്യം പരാതി കൊടുക്കുന്നത്, ഈ ആക്രമണത്തിന് മുമ്പേ പരാതി കൊടുക്കുന്നത് ചില എന്താ പറയുന്നത്, പേരൻസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ സംഘപരിവാർ സംഘടനയാണ്. അപ്പോൾ ആദ്യത്തെ പരാതി അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ വളരെ കൃത്യമായ ഈ നീച പ്രവർത്തിക്കെതിരായി RSSന്റെ സംഘപരിവാരത്തിന്റെ വളരെ കൃത്യമായ ന്യൂനപക്ഷ പീഡനത്തിനെതിരായ നടപടി അവിടെ ഉണ്ടാകും. നിങ്ങളിപ്പോൾ എടുത്തു ചാടി ഇതിനെ കോൺഗ്രസിന്റെ തലയിൽ വെക്കാൻ ശ്രമിക്കുന്നത് RSSന്റെ ഭാഷ്യമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. നോക്കൂ, കാസ അടക്കം RSSന്റെ പിൻബലത്തോടുകൂടി, സ്പോൺസർഷിപ്പോടുകൂടി, ഫണ്ടോടുകൂടി പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ സംഘടനയായ കാസ അടക്കമുള്ളവർ പറഞ്ഞ അതേ നരേറ്റീവാണ് ഇപ്പോൾ കൈരളി പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് RSSന്റെയോ സംഘപരിവാറിന്റെയോ നറേറ്റീവ് പറയേണ്ട ഒരു ആവശ്യവുമില്ല. ഇപ്പോൾ വസന്ത് തന്നെ പറയുന്നുണ്ട് ഈ വിഷയത്തിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് രേവന്ത് റെഡ്ഡിയോട് കൂടി സംസാരിച്ചു എന്ന്. ആ വാർത്ത വരുന്നത് വരെ ഈ വിഷയത്തിൽ രേവന്ത് റെഡ്ഡിയുടേതായിട്ടുള്ള ഒരു പ്രതികരണമോ ആ സ്റ്റേറ്റ് സ്വീകരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടിയോ ഒരു വാർത്തകളിലും ഇല്ല. അവിടെയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് ഈ വിഷയം ഞാൻ രേവന്ത് റെഡ്ഡിയോട് സംസാരിച്ചുവെന്നും അദ്ദേഹം നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകി എന്നും പറയേണ്ടി വരുന്നത്. ഈ സംഭവം നടക്കുന്നത് ഇന്നലെയാണ്. 24 മണിക്കൂർ പിന്നിടുമ്പോഴും വസന്ത് പറഞ്ഞതുപോലെ ആദ്യത്തെ കേസിൽ മാത്രമേ FIR ഇടുകയും നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളൂ. ഇതിൽ ഏറ്റവും പ്രധാനം ഞാൻ പറഞ്ഞതുപോലെ ആ വൈദികർക്ക് നേരെ ഇവർ പാഞ്ഞെടുക്കുമ്പോൾ അവിടുത്തെ പോലീസ് സംവിധാനം നോക്കി നിൽക്കുകയാണ്. വസന്ത്, അല്ല നോക്കൂ, ഈ ആക്രമിക്കപ്പെട്ട വൈദികൻ ഒരു മലയാളിയാണ്. അതുകൊണ്ടാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ ഇടപെടുന്നത്. അദ്ദേഹം ഒരു മലയാളിയാണ്. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഇതുവരെ ആ വിഷയത്തിൽ ഇടപെടാത്തത്? ഒരു സംസ്ഥാനമല്ലേ തെലങ്കാന? ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ഒരു മുഖ്യമന്ത്രിയല്ലേ അവിടെ എന്ത് ചെയ്യുന്നത്, ഭരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് എന്റെ നാട്ടിലെ, എന്റെ കേരളത്തിലെ ഒരു വൈദികനാണ് അവിടെ പീഡനം അനുഭവപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് ഇടപെടാത്തത്? അപ്പൊ അങ്ങനെയൊക്കെ നരേറ്റീവ് സൃഷ്ടിക്കാൻ പോയാൽ ഏത് രീതിയിലും ഇതിനെ വളച്ചൊഴിക്കാം. ഇവിടെ നമ്മൾ ഐക്യപ്പെടേണ്ടത് RSS വിരുദ്ധതയ്ക്ക് ഒപ്പമാണ്. നമ്മൾ ഐക്യപ്പെടേണ്ടത് RSSന്റെ ന്യൂനപക്ഷ പീഡനത്തിനെതിരായാണ്. അവർ ചില കേരളം അടക്കമുള്ള ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകൾ, ഞാൻ അടക്കം ക്രിസ്ത്യൻ വിശ്വാസികളാണ്, ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകൾ മജോറിറ്റി ഉള്ള സ്ഥലങ്ങളിൽ
ഞങ്ങൾ ക്രിസ്ത്യൻ സ്നേഹികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അരമനകളുടെ അടുക്കളപ്പുറങ്ങളിൽ എച്ചിൽ പാത്രങ്ങൾ നക്കി വടയ്ക്കാൻ വേണ്ടി കയറി നടക്കുന്നതിനെതിരായാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഗ്രഹാം സ്റ്റെയിൻ തൊട്ട് ഇതാ ഇങ്ങോട്ട് ഏറ്റവും ഒടുക്കം ഈ വൈദികൻ വരെ എത്തി നിൽക്കുന്ന ക്രിസ്ത്യൻ പീഡനങ്ങളുടെ വലിയ മൊത്ത കച്ചവടക്കാരാണ്, അപ്പസ്തോലന്മാരാണ് ഇവർ എന്നത് തുറന്നു കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ നമ്മൾ ഇടതുപക്ഷവും കോൺഗ്രസും RSS വിരുദ്ധരായ ഫാസിസ്റ്റ് വിരുദ്ധരായ സഖ്യകക്ഷികളെല്ലാം ഒന്നിച്ചിരിക്കേണ്ടത്. അവിടെ മറ്റൊരു നരേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് ഇത് കോൺഗ്രസിന് തലയിൽ വെക്കാൻ നോക്കുന്നത് വളരെ കൃത്യമായി കാസയുടെ അടക്കം നരേറ്റീവ് ആണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഇന്ന് 11 മണിക്കാണ് കാസ ഇതേപോലെ ഒരു നരേറ്റീവ് ഇട്ടത്. നോക്കൂ, കോൺഗ്രസിന്റെ സംസ്ഥാനത്ത്, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇതാ ക്രിസ്ത്യൻ വൈദികൻ പീഡിപ്പിക്കപ്പെടുന്നു. പക്ഷെ അതിൽ നിങ്ങൾ വസന്ത അതിനെ അങ്ങനെ ഒരു വിഭാഗം, അത് കാസയെന്നല്ല ഏതൊരു വിഭാഗവും അങ്ങനെ ഒരു ആശങ്ക പറയുമ്പോൾ നിങ്ങൾ അതിനെ അത് BJP നറേറ്റീവായിട്ട് കാണുന്നതിന് പകരം ഞാൻ അതാണ് തുടക്കത്തിൽ സൂചിപ്പിച്ചത്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അവിടെ BJP അതിന് എല്ലാ തരത്തിലുമുള്ള മണ്ണൊരുക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഉണ്ടാകില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന BJP ഇതര സംസ്ഥാനങ്ങളിൽ പോലും അത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആ തരത്തിൽ പറയപ്പെടുന്ന എല്ലാ നറേഷനുകളുടെയും അടിസ്ഥാനം. വസന്ത്, എന്താണ് അത് മനസ്സിലാകാത്തത്? അല്ല, യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പുറത്തുവിട്ടൊരു കണക്കുണ്ട്. ഈ നരേന്ദ്രമോദി ഭരണത്തിൽ 10 വർഷത്തിനിടയിൽ 48% വർധനമാണ് ക്രിസ്ത്യൻ സഭകൾക്കെതിരെ, വിശ്വാസികൾക്കെതിരായിട്ട് ഉണ്ടായിട്ടുള്ളത് എന്ന്. അതിൽ കേരളം ഉൾപ്പെടും. അപ്പൊ കേരളത്തിൽ ഉണ്ടായ പീഡനങ്ങൾക്ക് മുഴുവൻ കാരണം കേരളത്തിൽ സംഘപരിവാർ ചില മേഖലകളിൽ പള്ളികൾ ആക്രമിച്ചതിന്റെ പുറത്ത്, അല്ലെങ്കിൽ പാലിയം പള്ളി പൊളിക്കണം, തൃശ്ശൂരിലെ പള്ളി പൊളിക്കണമെന്ന് VHP കാരൻ പറഞ്ഞതിന്റെ പുറത്ത് ഒക്കെ പിണറായി വിജയനാണ് ആൻസറബിൾ, പിണറായി വിജയനാണ് അതിന്റെ എല്ലാം കാരണഭൂതൻ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഇത് രേവന്ത് റെഡ്ഡി അവരെ അധികാരമേറ്റിട്ട് ഏതാണ്ട് മാസങ്ങൾ മാത്രമാവുന്നു. സ്വാഭാവികമായും അവിടെ KCR എന്ന സംഘപരിവാറിന്റെ അനുചരനായിരുന്ന, എല്ലാ കാലത്തും സംഘപരിവാറിന് പ്രിയങ്കരനായിരുന്ന ഒരു നേതാവ്, അയാൾ ഇപ്പോൾ NDA മുന്നണിയിലേക്ക് പോകാൻ പോവുകയാണ്. അങ്ങനെയുള്ള ഒരാള് ഭരിച്ചുകൊണ്ടിരുന്നാണ്. മറ്റൊരു BJP ആയിരുന്നു KCRന്റെ പാർട്ടി എന്ന് എനിക്ക് സംശയമൊന്നുമില്ല. അപ്പൊ സ്വാഭാവികമായും പോലീസിലും അവിടെയുള്ള മറ്റ് സംവിധാനങ്ങളിലും അതിന്റെ ഒരു ഹാങ് ഓവർ നിലനിൽക്കുന്നുണ്ടാവും. അത് മാറ്റിക്കൊടുക്കണ്ടേ? അത് മാറ്റിക്കൊടുക്കാൻ ശരി, അത് ആരാണ് മാറ്റിക്കൊടുക്കേണ്ടത് എന്നുള്ളതാണ് വസന്ത്. ഇപ്പോൾ പറഞ്ഞതുപോലെ ആ സംഘപരിവാർ മനസ്സ് ഒരു കാലത്ത് ഉണ്ടായിരുന്ന ആളായിരുന്നല്ലോ രേവന്ത് റെഡ്ഡിയും. അതിനുശേഷം അദ്ദേഹം മറുപാളത്തിലേക്ക് വരുമ്പോൾ ആദ്യം പറയുന്നത് നരേന്ദ്രമോദി മൂത്ത സഹോദരനെ പോലെയാണ് എന്നും ഗുജറാത്ത് മാതൃക പിന്തുടരുമെന്നൊക്കെയാണ്. ഒരുപക്ഷെ ഗുജറാത്ത് മാതൃകയാകാം ഇപ്പോൾ തെലങ്കാനയിലും കണ്ടത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതിന് തെറ്റു പറയാനും ആകില്ല വസന്ത്. അവിടെയാണ് പ്രശ്നം. ഞാൻ വരാം മിഥുൻ. നമ്മൾ ഈ പ്രശ്നത്തിന്റെ കോർ ഭാഗം ആദ്യം ചർച്ച ചെയ്ത സമയത്താണ് ഞാൻ മിഥുനിൽ നിന്നും പോകുന്നത്. മിഥുൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ കേരളത്തിലടക്കം ശബരിമല കാലത്ത് കുട്ടികൾ വ്രതം അനുഷ്ഠിച്ച് സ്കൂളിൽ വരുമ്പോൾ എത്ര കുട്ടികൾ കറുത്ത വസ്ത്രം ധരിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ് ഷൈജു ചോദിച്ച ന്യായമായ ചോദ്യം മിഥുൻ. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു സ്കൂള് അത് പാടില്ല, ഇവിടെ യൂണിഫോം ധരിക്കണമെന്ന് പറയുമ്പോൾ ആ സ്കൂള് ഇത്തരത്തിൽ ആക്രമിക്കുകയും അവിടെയുള്ള അധ്യാപകരെയും വൈദികരെയും ഒക്കെ ജയ് ശ്രീറാം വിളിപ്പിക്കുകയും ഒക്കെയാണോ മിഥുൻ വേണ്ടത്? അങ്ങനെയാണോ വിശ്വാസത്തെ സംരക്ഷിക്കേണ്ടത്? നോക്കൂ, ഇവിടെയാണ് ഞാൻ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ഹിജാബ് വിഷയത്തിലേക്ക് വരുന്നത്. ഹിജാബ് ഒരു മാൻഡേറ്ററി ഡ്രസ് കോഡാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഹൈക്കോടതി വരെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ സാഫ്രൺ, കാവി വസ്ത്രം ധരിച്ച് ഹനുമാൻ ദീക്ഷ എടുക്കുന്നത് ഒരു മാൻഡേറ്ററി ഡ്രസ് കോഡല്ല. പക്ഷേ അത് ഈ സമയത്ത് ഹിന്ദുക്കൾ പാലിക്കുന്ന ഒരു ചടങ്ങാണെന്നും മിഥുൻ, ഞാൻ അതിലൊന്ന് ഇടപെട്ടോട്ടെ. അപ്പോൾ ഹൈക്കോടതി അത് ഹിജാബ് ഒരു മാൻഡേറ്ററി വസ്ത്രം അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് മിഥുൻ പറയുമ്പോൾ, പക്ഷേ ആ മതത്തിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് മാൻഡേറ്ററി ആണ് മിഥുൻ. അവരുടെ മതചട്ടങ്ങളിൽ അത് അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അന്ന് നിങ്ങൾ എടുത്ത നിലപാടിനെ കുറിച്ചാണ് ഞാൻ അല്ല ഞാൻ പറയുന്നത് അവരുടെ മതചട്ടങ്ങളിൽ അത് അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവിടെ ആ സ്കൂളിൽ പോകുന്ന കുട്ടികൾ യൂണിഫോമിന് പുറമെയാണ്, യൂണിഫോമിന് മുകളിലാണ് ഹിജാബ് എന്ന് പറയുന്ന ശിരോവസ്ത്രം തലയിൽ അണിയുന്നത്. അപ്പോൾ അന്ന് അത് സംഘപരിവാറുകാർ അതിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ യൂണിഫോമിന്റെ ഭാഗമല്ല ൊന്നും അവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ കാവ്യ എങ്ങനെയാണ് ഇതിന്റെ ഭാഗമാകുന്നത്? അതേ ചോദ്യമാണ് ഞാൻ താങ്കളോട് ഇപ്പോൾ ഉന്നയിക്കുന്നത്. കാരണം അന്ന് അതിനെ ചോദ്യം ചെയ്ത് അന്ന് അവരുടെ റിലീജിയസ് ഫ്രീഡം സംഘപരിവാർ തകർക്കുന്നു എന്ന് പറഞ്ഞ താങ്കളാണ് ഇവിടെ ഹിന്ദുക്കൾക്ക് അവരുടെ ഡ്രസ് കോഡ് ഫോളോ ചെയ്യുമ്പോൾ പ്രശ്നമില്ല. അവിടെ വ്യത്യാസമുണ്ട്. അവിടെ റിലീജിയസ് ഫ്രീഡം ഹിജാബ് ഒരു മാൻഡേറ്ററി ഡ്രസ് കോഡ് അല്ല എന്ന് കോടതി വരെ പറഞ്ഞിട്ടുണ്ട്. മുദ്രാവാക്യം വിളിച്ച് അവിടെയുള്ള അധ്യാപകരെ കൊണ്ട് അല്ലാഹു അക്ബർ വിളിപ്പിച്ച് തൊപ്പി ധരിപ്പിച്ച് അല്ലെങ്കിൽ അവരുടെ മതവേഷങ്ങൾ ധരിപ്പിക്കുകയായിരുന്നോ ചെയ്തത്? ഞാൻ ഫ്രിഞ്ച് എലിമെൻസിൻ്റെ കാര്യമല്ല ഇവിടെ പറഞ്ഞു. ഞാൻ ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, ചില ഫ്രിഞ്ച് എലിമെൻറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും എതിർക്കപ്പെടണം, അവർക്കെതിരെ ആക്ഷൻ ഉണ്ടാവണം. ഞാനിവിടെ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എന്തുകൊണ്ടായിരുന്നു ഈ പറയുന്ന പോലത്തെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഈ ഒരു എനിക്ക് തോന്നുന്നു ഇതൊരു സഭയുടെ കീഴിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് എനിക്ക് അതിന് ഡീറ്റെയിൽസ് അറിയില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു ഹിന്ദു ഡ്രസ് കോഡിനോട് ഇത്രയും എതിർപ്പ്? കാരണം അവിടെ കാലാകാലങ്ങളായി പാലിച്ചു വരുന്ന ഒരു ആചാരമാണ്. അതിൽ ഞാൻ അതിൽ ഒരു ഡൗട്ടും ഇല്ല. കാരണം ഈ
ഈ ഒരു ദീക്ഷ അത് എടുക്കുന്നത് 5 ദിവസം, 11 ദിവസം, 21 ദിവസം, 41 ദിവസം അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഹനുമാൻ ദീക്ഷ മാല ധരിക്കും. ഒരു മാൻഡേറ്ററി ഡ്രസ് കോഡാണെന്ന് ഞാൻ പറയില്ല. ഇപ്പൊ നേരത്തെ താങ്കൾ പറഞ്ഞൊരു കാര്യം ഇത് മാൻഡേറ്ററി ആണോ അല്ലെന്നുള്ളത്. മിഥുൻ ഒരു മിനിറ്റ്, ആ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെയല്ല. കഴിഞ്ഞ തവണ ഇത്തരത്തിൽ ഈ കാവ്യ വസ്ത്രം ധരിച്ച് വിദ്യാർത്ഥികൾ എത്തിയിരുന്നില്ല എന്ന് ശ്രീ ഷൈജു ആന്റണി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അവിടുത്തെ ആളുകളുമായി സംസാരിച്ചിട്ടുണ്ട്. എനിക്കതിന് കഴിഞ്ഞിട്ടില്ല, ആ വൈദികരുമായി നേരിട്ട് സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഷൈജു ആന്റണി പറയുന്നത്. അവിടെ അങ്ങനെ ഒരു പ്രശ്നം തന്നെ ഉണ്ടാകുന്നത് ഇപ്പോഴാണ് മിഥുൻ. അപ്പോൾ ഇപ്പോൾ അതിനൊരു സാഹചര്യം ഉണ്ട് എന്നിവർ തിരിച്ചറിയുകയാണ്. അവിടെയാണ് പ്രശ്നം. കഴിഞ്ഞ തവണ ഈ പ്രശ്നമേ ഇല്ലായിരുന്നു. അല്ല നോക്കൂ അസിത, ഈ സ്കൂൾ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ മാനേജ്മെൻറ്റ് ഏതാണെങ്കിലും അവർക്ക് തെലങ്കാനയുടെയും ആന്ധ്രയുടെയും കൾച്ചറൽ പ്രാക്ടീസസിനെ കുറിച്ചൊക്കെ ചെറിയൊരു ബോധമൊക്കെ ഉണ്ടാവും. കാരണം അവിടെ ആദ്യമായിട്ടൊരു സ്ഥാപനം നടത്തുന്ന ആളുകളല്ലോ, കുറേ കാലമായിട്ട് അവിടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഈ വിവരം തിരക്കിയത് തെലങ്കാനയുള്ള എൻ്റെ ഒരു സുഹൃത്തുമായി വഴിയാണ്. അപ്പോൾ അവന് ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് വലിയ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. പക്ഷേ ഈ ഒരു പ്രാക്ടീസ്, ഈ ഒരു കൾച്ചറൽ പ്രാക്ടീസിനെ കുറിച്ചും ഹനുമാൻ ദീക്ഷയെക്കുറിച്ചും ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇത് എത്രയോ വർഷങ്ങളായിട്ട് പാലിക്കുന്ന ഒരു കാര്യമാണ്. തെലങ്കാനയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അവരുടെ കൾച്ചറൽ സെന്റിമെന്റ്സ് മനസ്സിലാക്കാതെ ഡിസിഷൻ എടുക്കാൻ കഴിയുക. ഞാനൊന്ന് പറഞ്ഞോട്ടെ, താങ്കളുടെ ടൈമിൽ ക്ലാരിഫൈ ചെയ്തു. അല്ല, അത് അങ്ങനെയല്ല മിഥുൻ. അതിൽ ശരിക്കും ഷൈജു ആന്റണി അതിന് കൃത്യമായ വിശദീകരണം കഴിഞ്ഞ സമയത്ത് തന്നിട്ടും മിഥുൻ വീണ്ടും അത് കേൾക്കാത്ത മട്ടിൽ ആ വിഷയം തന്നെ മിഥുൻ പറയുകയാണ്. ചോദിക്കുന്നത് ഞാൻ പറഞ്ഞില്ലല്ലോ അതൊരു മാൻഡേറ്ററി ഡ്രസ് കോഡാണെന്ന് ഞാൻ പറഞ്ഞു. അത് അംഗീകരിച്ച് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അവിടെയാണ് ഞാൻ ഹിജാബിന്റെ കാര്യം ചോദിക്കുന്നത്. ഹിജാബ് വിഷയത്തിൽ നിങ്ങളെടുത്ത നിലപാടെന്തായിരുന്നു? ഹിജാബ് ഒരു മാൻഡേറ്ററി ഡ്രസ് കോഡ് അല്ല എന്ന് കോടതി പറഞ്ഞിട്ട് പോലും താങ്കൾ പറഞ്ഞത് അതൊരു റിലീജിയസ് ഫ്രീഡത്തെ ചോദ്യം ചെയ്യുകയാണ് സംഘപരിവാർ എന്നല്ലേ? അപ്പൊ അതേ നാണയത്തിൽ എനിക്ക് ചോദിച്ചുകൂടെ ഇവിടെ എന്തുകൊണ്ട് ഹിന്ദുക്കളുടെ റിലീജിയസ് ഫ്രീഡം ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് എനിക്ക് ചോദിക്കാമല്ലോ. വിദ്യാർത്ഥികൾ അനുഷ്ഠിക്കുന്നതാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഹിജാബിന്റെ കാര്യത്തിൽ ആദ്യമായല്ലോ ആ കുട്ടികൾ ഹിജാബ് ധരിച്ച സ്കൂളിൽ എത്തുന്നത്. ഇവിടെ ഇപ്പോൾ ഇത്തവണ ആദ്യമായിട്ടാണ്. അതിനൊരു മണ്ണുണ്ട് എന്ന് എങ്ങനെയാണ് ഇവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്? അവിടെയല്ലേ മിഥുൻ? തെലങ്കാനയിലും ആന്ധ്രയിലും ആചരിക്കുന്ന വർഷാവർഷങ്ങളായി ആചരിച്ചു വരുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ ഹനുമാൻ ദീക്ഷ. അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഈ കാര്യം അറിയില്ല എങ്കിൽ അതൊരു അത്ഭുതം തന്നെ. പക്ഷേ തെലങ്കാനയുടെ കൾച്ചറിന്റെ ഹിന്ദു കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് അത്. അവിടെ ഇത്രയും വർഷമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല? അവർക്ക് എന്തുകൊണ്ടാണ് ഇതൊരു പ്രശ്നം വന്നത്? ഇത് മാൻഡേറ്ററി ആണെന്നും ഇത് അങ്ങനെ നടപ്പിലാക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ ഹിജാബ് വിഷയത്തിൽ നിങ്ങൾ സ്വീകരിച്ച നിലപാടെന്തായിരുന്നു? അത് ഹൈക്കോടതി, അത് തന്നെയാണ്. അത് ഞാൻ പറയുമ്പോൾ ഒക്കെ അസിത് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതി പറഞ്ഞൊരു കാര്യം അതൊരു മാൻഡേറ്ററി ഡ്രസ് കോഡ് അല്ല എന്നാണ്. എന്നിട്ട് പോലും നിങ്ങൾ അതിൽ പറഞ്ഞത് ഒരു റിലീജിയസ് ന്യൂനപക്ഷത്തിന്റെ റിലീജിയസ് ഫ്രീഡം ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇവിടെ ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ അവർ അനുഷ്ഠിക്കുന്ന വ്രതത്തിന്റെ ഭാഗമായി കാവ്യ വസ്ത്രം ധരിച്ച് സ്കൂളിൽ എത്തണമെങ്കിൽ അതിനാ മാനേജ്മെന്റ് തടഞ്ഞിട്ടില്ല മിഥുൻ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ഈ വ്രതം അനുഷ്ഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളുടെ അവർ പറയുന്നത് മിഥുൻ. അതെന്താണ് മനസ്സിലാക്കാത്തത്? മാനേജ്മെന്റ് ആവശ്യപ്പെടുമ്പോഴാണ് ഒരു വിഭാഗം ആളുകൾ വന്ന് ഈ തരത്തിൽ അവിടെ പെരുമാറുന്നത്. ഞാൻ അതിന് ഉത്തരം പറയാം. ഇവിടെ നമ്മുടെ കേരളത്തിൽ ഒരു പുതിയ സ്ഥാപനം തുടങ്ങുന്നു എന്ന് കരുതിക്കോളൂ, ഒരു പുതിയ സ്കൂൾ തുടങ്ങുന്നു. ആ സ്കൂൾ വെള്ളിയാഴ്ചകളിൽ മുസ്ലിം കുട്ടികൾക്ക് പള്ളിയിൽ പോകാൻ പ്രത്യേകം ഓർഡർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇഷ്യൂ ആയി മാറും. കാരണം അവർ കേരളത്തിൻ്റെ കൾച്ചർ മനസ്സിലാക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഫ്രൈഡേ ആ 2 മണിക്കൂർ ബ്രേക്ക് കൊടുക്കും. അത് സ്വാഭാവികമാണ്. കാരണം അത് ഒരു സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആ സംസ്ഥാനത്തിൻ്റെ കൾച്ചർ മനസ്സിലാക്കി തന്നെയാണ് പ്രവർത്തിക്കുക. അതാണ് ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. അത് താങ്കൾക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇവിടെ ശ്രീ ശിവദാസൻ ഏതൊക്കെയോ കുറേ അക്രമ സംഭവങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇതേ തെലങ്കാനയിൽ IBS ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേവല്ലയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെയുള്ള IBS ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ഹിന്ദു വിദ്യാർത്ഥിയുടെ പുറത്ത് അള്ളാഹു അക്ബർ എന്ന് എഴുതിയപ്പോൾ അന്ന് കണ്ടില്ലല്ലോ ശിവദാസന്റെ ഈ പൊട്ടിത്തെറിയൊന്നും. അന്ന് നമ്മളൊരു ചർച്ച വെച്ചില്ലല്ലോ. കാരണം എന്തുകൊണ്ടാണ്? കാരണം അതൊരു പ്രത്യേക അത് നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു മതവിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണ്. കാരണം അവന്റെ പുറത്ത് അള്ളാഹു അക്ബർ എന്ന് എഴുതുകയും അള്ളാഹു അക്ബർ ചാൻഡ് ചെയ്യിപ്പിക്കുകയും ചെയ്തപ്പോൾ അതൊരിക്കലും ഒരു ചർച്ചാ വിഷയമായിട്ടില്ല. ആ വിദ്യാർത്ഥികൾ ഒരു സംഘം ആളുകളെയും കൂട്ടി വന്ന് ആ സ്കൂൾ അടിച്ചു തകർക്കുകയും അക്രമികൾ ഇവിടെ കണ്ടോ മദർ തെരേസയുടെ സ്തൂപം അവർ അടിച്ചു തകർത്തൊരു രീതി കണ്ടോ മിഥുൻ? സംഘപരിവാറുകാർക്ക് പിന്നെ എന്ത് മദർ തെരേസ, എന്ത് മഹാത്മാഗാന്ധി, നമ്മൾ അങ്ങനെ മാത്രമേ അതിലുള്ളൂ. ഞാൻ അതിനൊന്നും ആരും ന്യായീകരിക്കുന്നില്ല. ഇവിടെ പറയാൻ ശ്രമിച്ച ഒരു കാര്യം എന്താണെന്ന് താങ്കൾ മനസ്സിലാക്കൂ. ഞാൻ ഇതിനെ രണ്ടിനെ ഇക്വേറ്റ് ചെയ്തത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ഹിജാബുമായിട്ട് തന്നെയാണ്. ഹിജാബ് മാൻഡേറ്ററി അല്ല എന്ന് അറിഞ്ഞിട്ട് പോലും താങ്കൾ അതിലൊരു നിലപാട് സ്വീകരിച്ചു. ആ വിഭാഗം ആളുകൾ ഇതേ നടപടിയായിരുന്നു
ആയിരുന്നു ആ സ്കൂളിന് നേരെ സ്വീകരിച്ചതെങ്കിൽ അതിനെ നമ്മൾ ഉറപ്പായും അപലപിച്ചേനെ. അവിടുത്തെ അധ്യാപകരെ അല്ലാഹു അക്ബർ മുദ്രാവാക്യം ജനാധിപത്യവാദികൾ അതിനെ അംഗീകരിക്കുമെന്ന് ഞാൻ ചോദിക്കുന്നത്, ഒരു സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആ സംസ്ഥാനത്തിന്റെ കൾച്ചറൽ പ്രാക്ടീസസ് അറിയാതെയാണോ പ്രവർത്തിക്കുക? ഷൈജു ആന്റണി പറഞ്ഞോളൂ. മിഥുൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള കുഴപ്പം കൊണ്ടാണോ അല്ലെങ്കിൽ മിഥുൻ മനസ്സിലാക്കാത്തതുപോലെ അഭിനയിക്കുകയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഒരു കാര്യം ഞാൻ മിഥുൻ്റെ അടുത്ത് പറയാം, ഈ സ്കൂൾ അവിടെ പുതുതായി തുടങ്ങിയതല്ല, ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന ഒരു സ്കൂളാണ്. ആ സ്കൂളിൽ രണ്ട് കുട്ടികളാണ്. ഞാൻ പറഞ്ഞോട്ടെ, മിഥുൻ സംസാരിച്ചപ്പോൾ ഞാൻ അതിനകത്ത് ഇടയ്ക്ക് കയറി പറയാൻ വന്നപ്പോൾ മിഥുൻ എന്നെ അനുവദിച്ചില്ല. അതുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോഴും മിഥുനെ ഞാൻ അനുവദിക്കുന്നില്ല. അത്രയും ഒരൊറ്റ കാര്യം ഞാൻ പറയാം. മിഥുൻ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മിഥുൻ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് ഹനുമാൻ ദീക്ഷ എടുത്ത 2 കുട്ടികൾ സാഫ്രോൺ വസ്ത്രം ധരിച്ച് അവിടെ വരുന്നത്. കഴിഞ്ഞ വർഷമാണ്. അന്ന് ആ സാഫ്രോൺ വസ്ത്രം ധരിച്ച് വന്ന ആ കുട്ടികളോട് നിങ്ങളിങ്ങനെ വസ്ത്രം ധരിച്ച് വരികയാണെങ്കിൽ അത് യൂണിഫോമിൻ്റെ മുകളിലായിരിക്കണമെന്ന് അവർ പറഞ്ഞു. ആ സ്കൂളുകാരത് പറഞ്ഞു. അതുവരെ കൾച്ചറൽ പ്രോബ്ലം ഒന്നും അവിടെ ഇല്ലാട്ടോ, ഒരു കൾച്ചറൽ പ്രോബ്ലം ഇല്ല. ഇവരോട് പറഞ്ഞു, അവരതനുസരിച്ചു, ഒരു കുഴപ്പം അവിടെ ഉണ്ടായില്ലല്ലോ. ഈ വർഷം കഴിഞ്ഞ വർഷമാണ് ആദ്യമായി ഈ സാഫ്രോൺ വേഷം നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ഓർക്കണം. ഈ വർഷം വീണ്ടും കുറച്ചധികം കുട്ടികൾ സാഫ്രോൺ വേഷം ധരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് കഴിഞ്ഞ വർഷം പറഞ്ഞ അതേ കാര്യം പറയുകയും അതിൽ നിന്ന് എന്തെങ്കിലും കൂടുതലായി ഇളവ് വേണമെങ്കിൽ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് ഒരു ലെറ്റർ വാങ്ങി വരണമെന്ന് പറയുകയും ചെയ്തു. അതിനകത്ത് എന്താണ് കുഴപ്പമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞത്, ഇത് ദശാബ്ദങ്ങളായി ഇതേ സാഹചര്യം അവിടെ തുടരുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ സമ്മതിക്കാം. അങ്ങനെയല്ല, ദശാബ്ദങ്ങളായി അവിടെ തുടരുന്നില്ല. ഇനി തൊട്ടടുത്ത സ്കൂളുകളിൽ നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾ തൊട്ടടുത്ത CBSE സ്കൂളിൽ പോയി അന്വേഷിക്കുക. ആ CBSE സ്കൂളിൽ എല്ലാവരും ഹനുമാൻ ദീക്ഷ എടുത്തവരുൾപ്പെടെ യൂണിഫോം ഇട്ടാണ് വന്നത്. അവർക്കാർക്കും ഒരു കുഴപ്പമില്ല. അപ്പം ഈ സ്കൂളിന് മാത്രം എന്താണ് പ്രശ്നം? ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് ക്രിസ്ത്യൻ വൈദികരാണ്. ആ സ്കൂളിൻ്റെ മുന്നിൽ മദർ തെരേസയുടെ രൂപമുണ്ട്. അതുമാത്രമാണ് പ്രശ്നം. ആ വൈദികനെ നിങ്ങൾ വലിച്ചഴിച്ച് കൊണ്ടുപോയി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ സ്കൂളിലെ വൈദികനെ വലിച്ചഴിച്ച് കൊണ്ടുപോയതിനെക്കുറിച്ച് FIR ഇട്ട് അന്വേഷിക്കണമെന്ന് മാത്രമാണ് വൈദികൻ ആദ്യം ആവശ്യപ്പെട്ടത്. അത് ആവശ്യപ്പെടുമ്പോഴേക്കും ഇവരുടെ മതവികാരം വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞ് കേസ് എടുത്ത് വൈദികനെതിരെ FIR ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ വൈദികനുമായി ഞാൻ സംസാരിച്ചു. വൈദികൻ എന്നോട് പറഞ്ഞത്, ഭാഗ്യവശാൽ ഇവിടുത്തെ സർക്കാർ 3 മണിക്കൂർ കൊണ്ട് ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചു. ഒരുപക്ഷെ മണിപ്പൂരിലോ അസാമിലോ മധ്യപ്രദേശിലോ മറ്റോ ആയിരുന്നെങ്കിൽ ഞങ്ങളിപ്പോൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല എന്ന അദ്ദേഹത്തിന് പേടിയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരവിടെ ഇടപെട്ടത് കൊണ്ട് 3 മണിക്കൂർ കൊണ്ട് ആ പ്രശ്നം അവിടെ അവസാനിച്ചു. അപ്പോൾ വൈദികൻ വീണ്ടും കേസ് കൊടുത്തു. എൻ്റെ മതവികാരം വ്രണപ്പെട്ടു. കാരണം എന്താണ്? ആ വൈദികനെ കൊണ്ട് നിർബന്ധപൂർവം സാഫ്രോൺ വേഷം ധരിപ്പിക്കുകയും നിർബന്ധപൂർവം ജയ് ശ്രീറാം വിളിപ്പിക്കുകയും ചെയ്തു. അതിന് ഇതുവരെ FIR ഇട്ടിട്ടില്ല. ആ FIR ഇടാത്തത് ഒരു പ്രശ്നമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. FIR ഇടുക തന്നെ വേണം. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതുകൊണ്ട് ആ പ്രശ്നം അവിടെ വെച്ച് അതുകൊണ്ട് തീർന്നു. 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത്. ഞാനുമായി സംസാരം നടത്തുന്നത് സോഷ്യൽ മീഡിയയിലുണ്ട്. അവിടെ ആ വൈദികൻ പറയുന്നുണ്ട്, ഇപ്പോൾ ഇവിടെ ശാന്തമാണ്, 3 മണിക്കൂറിനകത്ത് തന്നെ ഈ കാര്യങ്ങൾ ശാന്തമായി. പക്ഷേ 3-4 പോലീസുകാരെ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഇദ്ദേഹത്തെ തള്ളി ഒരു മുറിക്കകത്താക്കി അടച്ചു പൂട്ടിയത് കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഈ വൈദികരെ വിട്ടുകൊടുക്കണോ? നിങ്ങൾ ഈ ആൾക്കൂട്ടത്തെ കൂട്ടി വരുന്നതിന് മുമ്പ് നിങ്ങളുടെ 2 നേതാക്കൾക്ക് ആ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് പോയി ഒന്ന് സംസാരിച്ചുകൂടെ? വാട്ട് ഈസ് യുവർ പ്രോബ്ലം എന്നൊന്ന് പറഞ്ഞുകൂടെ? ആൾക്കൂട്ടത്തെ വെച്ച് അങ്ങ് തല്ലി തകർക്കുക. എന്നിട്ട് ഇദ്ദേഹത്തെ അകത്താക്കി പൂട്ടിയതിൻ്റെ ദേഷ്യം തീർക്കാൻ എല്ലാ നിലകളിലും ഓടി നടന്ന് ജനൽ ചില്ലുകളും അവിടെയുള്ള സകലതും അടിച്ചു തകർക്കുക. കമ്പ്യൂട്ടറുകൾ, ജനൽ ചില്ലുകൾ എല്ലാം അടിച്ചു തകർക്കുക. എന്നിട്ട് പുറത്തിറങ്ങി വന്ന് ഹർഷാരവം മുഴക്കുക. പുറത്തിറങ്ങി വന്ന് ഗേറ്റ് അടച്ച്, പോലീസുകാർ ഗേറ്റ് അടച്ച് മാറ്റി നിർത്തിയപ്പോൾ പുറത്ത് നിന്ന് അകത്തേക്ക് കല്ല് വലിച്ചെറിയുക. വാട്ട് ഈസ് ദിസ്? എന്നിട്ട് ഇവിടെ വന്ന് അതിന് ന്യായം പറയുക. എന്താണ് മിഥുൻ? ഇത് ഒരു മതേതര രാജ്യമല്ലേ? ഞങ്ങൾക്കൂടെ ജീവിക്കണ്ടേ?
നിങ്ങളിത് ഒന്നും കണ്ടില്ല എന്ന മട്ടിൽ കാണരുത്. 95 സിസ്റ്റർ റാണി മരിയയെ ഒരു സമുന്ദർ സിംഗ്, ബജ്രംഗ് ദൾ പ്രവർത്തകനായ ഒരു സമുന്ദർ സിംഗ് ബസ്സിൽ നിന്ന് വലിച്ചിറക്കി റോട്ടിലിട്ട് നിറയെ കുത്തിയപ്പോഴും വിളിച്ചതിരെ മുദ്രാവാക്യമാണ്. 99 ഗ്രഹാം സ്റ്റെയിൻസിനെയും 2 കുട്ടികളെയും തെരുവിലിട്ട് കത്തിച്ച് ചാമ്പലാക്കിയപ്പോഴും ഇത് തന്നെയാണ് സംഭവിച്ചത്. അതേ ബജ്രംഗ് ദൾ തന്നെയാണ് അതിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. തൊട്ടപ്പുറത്ത് 2008 കാന്തമാൽ സംഭവത്തിൽ ആയിരക്കണക്കിന് ആളുകൾ മരിക്കുന്നത് നമ്മൾ കാണുകയാണ്. കുറച്ചുകൂടി കഴിയുമ്പോൾ മണിപ്പൂരിൽ 600ഓളം ഗ്രാമങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനികളെ എവിക്റ്റ് ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? എന്താ ഈ കാണുന്നത്? ഇത് ഇന്ത്യയിലാണ് സംഭവിക്കുന്നത്. കേരളത്തിലാണോ അല്ലയോ എന്നുള്ളതല്ല, ഇത് ഇന്ത്യയിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഉടനീളം ക്രിസ്ത്യാനികൾ വലിയ ഭീതിയോടെ അരക്ഷിതാവസ്ഥയോടെ കഴിയുന്നു. അവിടെയുള്ള ഹൈന്ദവ കുടുംബങ്ങളിൽ ക്രിസ്ത്യാനികൾ മതം മാറ്റക്കാരാണ് എന്ന ഒരു ഭീതി അവരിൽ നിങ്ങളെപ്പോലെയുള്ള നേതാക്കൾ പടർത്തിവിടുന്നു. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യണത്. പാവപ്പെട്ട മനുഷ്യരാണവർ. അവർ സാധാരണ വിശ്വാസികളാണ്. ആ വിശ്വാസികളുടെ ഇടയിലേക്ക് വിഷം കുത്തിവെച്ച് ആ വിശ്വാസികളോട് നിങ്ങൾ പറയാണ് നിങ്ങളുടെ പെൺകുട്ടികളെ അവർ അടിച്ചുകൊണ്ട് പോവും, ക്രിസ്ത്യാനി മതം മാറ്റും. അങ്ങനെ പറഞ്ഞവരെ പേടിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. 3-4 കന്യാസ്ത്രീകൾ കന്യാസ്ത്രീ വേഷത്തിൽ വരുന്നു. അത് കണ്ടപാടെ ഇവർ ഹാലിളകയാണ്. കന്യാസ്ത്രീകൾ പേടിച്ച് തിരിച്ചു പോവാണ്. ഈ വേഷത്തിൽ സ്കൂളിൽ വന്നുകൂടാ. ഇത് തെലങ്കാനയിലാണോ ആദ്യമായി കേട്ടത്? ആദ്യമായി കേട്ടത് ആസാമിലല്ലേ? കുറച്ച് നാളുകൾക്ക് മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കുടുംബ സുരക്ഷാ പരിഷത്ത് എന്ന് പറയുന്ന ഒരു സംഘടന ആസാമിലെ പരസ്യമായി വാർത്താ സമ്മേളനം നടത്തി വിളിച്ചു പറഞ്ഞത് എന്താണ്? സ്കൂളുകളിൽ വൈദികരും കന്യാസ്ത്രീമാരും ഇനി ആ വേഷം ധരിക്കരുത്. സ്കൂളുകളിൽ നിന്ന് ക്രൈസ്തവ ചിഹ്നങ്ങൾ അഴിച്ചു മാറ്റണം. 15 ദിവസമാണ് സമയം കൊടുത്തത്. പരസ്യമായി വെല്ലുവിളിച്ചു. ആരെങ്കിലും ഇടപെട്ടോ? അപ്പൊ ഇത് രാജ്യത്തുടനീളം ഇത് സംഭവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത്ര വേഗത കൊണ്ട് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ വെറുതെ കയറി എന്തെങ്കിലും പറയുന്നതല്ല. കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അദിലാബാദിലെ വൈദികനുമായും അദിലാബാദിലെ ബിഷപ്പ് ഹൗസിലെ മറ്റു ചിലരുമായും ഒക്കെ സംസാരിച്ച് കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ അനാവശ്യമായി ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ഇതുപോലെ ഒരു ചാനലിൽ വന്നിരുന്ന് പറയരുത്. ഇത് വെറുതെ അതിനെല്ലാം വെള്ളപൂശാൻ ശ്രമിക്കരുത്. തെറ്റാണ്. വ്യക്തമാണ് ശ്രീ ഷൈജു ആന്റണി. വി ശിവദാസൻ, നോക്കൂ, ഇങ്ങനെ ഇതൊരു തുടർച്ചയായി മാറുകയാണ്. ഒരു വിഭാഗത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്തൊരു നാടായി ഇന്ത്യ മാറുന്നതിനെ നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വരികയാണ് ഒരുപറ്റം മനുഷ്യർക്ക്. വി ശിവദാസൻ, ഇവിടെ മണിപ്പൂർ സംഭവം തന്നെ എടുക്കാം. അവിടെ മാസങ്ങളോളം നീണ്ട കലാപത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അതിലിടപെടാൻ തയ്യാറായോ? അത് കാണിക്കുന്നത് എന്താണ്? RSSൻ്റെ രാഷ്ട്രീയമാണ്, BJPയുടെ സമീപനമാണ്. അവർ ഇതൊക്കെ നടത്തിക്കൊള്ളട്ടെ, അവരുടെ RSSൻ്റെ ഭാഗമായി നിൽക്കുന്നവർ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ചു കൊള്ളട്ടെ, അതിലൂടെ എന്ത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ പറ്റുന്നുള്ള ഗവേഷണമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ മനുഷ്യസ്നേഹികളായിട്ടുള്ള ആർക്കെങ്കിലും മണിപ്പൂരിലെ ആ ക്രൂരകൃത്യത്തെ ന്യായീകരിക്കാൻ പറ്റുമോ? ഒരു മുസ്ലിം ഭീകര സംഘം അവിടെ ഒരു സ്കൂളിനകത്ത് ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്തിട്ടുണ്ട്, അല്ലാഹു അക്ബർ എന്ന് വിളിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മണിപ്പൂരിലെ സംഭവങ്ങളൊക്കെ തുടർന്നു കൊള്ളട്ടെ എന്ന് പറയുകയാണോ വേണ്ടത്? രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ മതവർഗീയതക്കെതിരായി ഏറ്റവും ശക്തമായ നിലപാടെടുത്ത് ഇത്തരത്തിലുള്ള ഭീകര സംഘങ്ങളെയൊക്കെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ? 2002 ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഈ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെയല്ലേ അവിടെ കലാപം നടന്നിട്ടുള്ളത്? എത്രയെത്ര ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളുടെ ജീവനാണ് അതിലൂടെ അപഹരിച്ചെടുത്തിട്ടുള്ളത്. ഇവിടെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പേരിൽ ആളുകളെ കൊല്ലുന്നു. ഇവിടെ മതം പറഞ്ഞ് മനുഷ്യരെ വേട്ടയാടുന്നു. മതം പറഞ്ഞ് മനുഷ്യരെ വേട്ടയാടുന്ന, തമ്മിലടിപ്പിക്കുന്ന ഈ കൂട്ടർ, അവർക്ക് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട്. ആ അജണ്ട എന്താണ്? ഇവിടെ ഉയരുന്ന പെട്രോളിൻ്റെ വില ചർച്ച ചെയ്യരുത്, ഇവിടുത്തെ പാവപ്പെട്ട കുടുംബങ്ങളെ കണ്ണീരിലാഴ്ത്തുന്ന ഗ്യാസ് സിലിണ്ടറിൻ്റെ വില വർധനവ് ചർച്ച ചെയ്യരുത്. അതാ ഇവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഇവർ ഏത് അക്രമം ഒഴിച്ചുവിടും. ഇവർ വിദ്യാലയത്തിന് തീ കൊടുക്കും,
ഇവർ പാവപ്പെട്ട മനുഷ്യരെ ആക്രമിക്കും, ഇവർ മദർ തെരേസയുടെ ചിത്രം അടിച്ചു പൊളിക്കും, ഇവർ ശ്രീനാരായണ ഗുരുവിൻ്റെ ചിത്രം അടിച്ചു പൊളിക്കും. ഇതിനൊന്നും ഇവർക്കൊരു മടിയില്ല. ഇവർ സവർക്കറുടെ ശിഷ്യന്മാരാണ്. സവർക്കർ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്ത്യാനികൾ വിദേശത്ത് പുണ്യഭൂമിയുള്ളവരാണ്, അതുകൊണ്ട് അവർക്ക് ഈ രാജ്യത്തോട് സ്നേഹമില്ല എന്നുള്ളത്. ഇവിടെ ഈ RSSൻ്റെ BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇന്ത്യ ഭരിക്കുമ്പോൾ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനെ ന്യായീകരിക്കാൻ അല്പം പോലും മടിയില്ലാത്ത ആളുകളുടെ എണ്ണവും വർദ്ധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വേദനാകരമായിട്ടുള്ള ചിത്രം. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നോക്കൂ, ഗുജറാത്തിൽ അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ തിരഞ്ഞെടുപ്പിൻ്റെ വേളയിലുണ്ടായിട്ടുള്ള പല സംഭവങ്ങൾ മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെ സ്ഥാനാർത്ഥിയാക്കാൻ അനുവദിക്കുന്നില്ലെന്നോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാക്കുന്നില്ലോ എന്നുള്ളതൊന്നുമല്ല. ഗുജറാത്തിലെ സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസിൻ്റെയും BJPയുടെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതുമാത്രമല്ല വിഷയം, മതന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു. അവിടങ്ങളിൽ അക്രമം അഴിച്ചുവിടുന്നു. അവർ താമസിക്കുന്ന ഗ്രാമങ്ങൾ, തെരുവുകൾ, അതിന് നേരെ അക്രമം അഴിച്ചുവിടുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റലുകൾ ആക്രമിക്കപ്പെടുന്നു. വൈദികന്മാർ ചുട്ടു ചാമ്പലാക്കപ്പെടുന്നു. ഇവിടെ ഗ്രഹാൻ സ്റ്റേറ്റ്സിൻ്റെ ഉദാഹരണം ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. 2 പിഞ്ചു കുട്ടികളോടൊപ്പം അല്ലേ കത്തിച്ച് കളഞ്ഞത്, പച്ചക്ക് കത്തിച്ചത്. എന്തു ക്രൂരതയായിരുന്നു! ആ ക്രൂരത കണ്ടിട്ട് ഇവിടുത്തെ RSSൻ്റെ നേതൃത്വം എന്താ പറഞ്ഞത്? എന്നിട്ട് വീണ്ടും വീണ്ടും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടായിക്കൊള്ളട്ടെ എന്നാണ്. നമ്മുടെ മുമ്പിൽ ഗൗരി ലങ്കേഷ് നിൽക്കുകയാണ്, നമ്മുടെ മുമ്പിലൊരു ചിത്രമായിട്ട്. നമ്മുടെ മുമ്പിൽ പൻസാരി നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുകയാണ്. കൽബുർഗി നമ്മുടെ ഒരു അനുഭവമായിട്ട്, രാജ്യത്തിൻ്റെ അനുഭവമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ കൊടും ക്രൂരതകളെല്ലാം ആസൂത്രിതമായിട്ട് നടക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. അത് ഏതെങ്കിലും ഒരു നൈമിഷികമായിട്ടുള്ള തോന്നലുകളുടെ ഭാഗമായിട്ടുണ്ടാവുന്നതാണെന്ന് ധരിച്ചു വെച്ച് പോരുത്. RSSൻ്റെ സംഘടിതമായിട്ടുള്ള ആസൂത്രിത പദ്ധതിയുടെ ഭാഗമായി രൂപപ്പെട്ടു വന്നിട്ടുള്ളതാണ് ഈ രാജ്യത്ത് ഇന്ന് മതന്യൂനപക്ഷങ്ങൾക്ക് എതിരായും ജനാധിപത്യവാദികൾക്കെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന അക്രമ സംഭവങ്ങൾ. തെരുവിൽ സ്ത്രീകൾ പൂർണ്ണനഗ്നരായി നടത്തപ്പെടുമ്പോൾ, ഇവിടെ മതന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുമ്പോൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ അത് മറന്നു പോകരുത്. അത് മറന്നുപോയാൽ RSSൻ്റെ രാഷ്ട്രീയത്തെ തുറന്നു കാട്ടാൻ കെൽപ്പില്ലാത്തവരായി നമ്മൾ മാറുന്നു എന്നുള്ളതാണ് കാണേണ്ടുന്ന കാര്യം. അതുകൊണ്ട് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന ഏക കാര്യം, ഭരണത്തെ ഉപയോഗപ്പെടുത്തി, ഭരണത്തിൻ്റെ എല്ലാവിധത്തിലുള്ള തണലിനെയും മറയാക്കിക്കൊണ്ടാണ് ഇവിടെ അക്രമം നടത്തുന്നത്. അവർക്ക് ഇലക്ട്രൽ ബോണ്ടിലെ പണമുണ്ട്. 9,000 കോടിയോളം രൂപ ഇലക്ട്രൽ ബോണ്ടിലൂടെ സമാഹരിച്ചിട്ടുണ്ട്. ആ പണമെല്ലാം വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാനാണ് ചെലവഴിക്കുന്നത്. 1,00,000 കോടിയിലധികം രൂപയാണ് RSSും BJPയും ഒക്കെ സമാഹരിച്ചിട്ടുള്ളതെന്നാണ് റിപ്പോർട്ടുകളിലൂടെ കാണുന്നത്. ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ രാജ്യത്ത് അക്രമം അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ അക്രമം തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഒന്നുകൂടി ശക്തിപ്പെടുത്തി ജനങ്ങളെ ഭിന്നിപ്പിച്ച് വീണ്ടും എങ്ങനെ അധികാരത്തിൽ വരാമെന്നുള്ള ആസൂത്രണത്തിൻ്റെ കൂടി ഭാഗമാണ്. അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക, ഇവിടെ ഇപ്പോൾ ഷൈജു ആന്റണി തന്നെ പറയുന്നുണ്ട്, ഒരു പരിധിക്ക് ശേഷം അവിടെ സർക്കാർ സംവിധാനം ഇടപെട്ടു, അത് അവർക്ക് വലിയ ആശ്വാസകരമാകുകയും ചെയ്തുവെന്ന്. ഇതിനു മുൻപ് ഛത്തീസ്ഗഡിലും ഭൂപേഷ് ബാഗലിന്റെ സമയത്ത് സമാനമായ രീതിയിൽ ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെയും വൈദികർക്ക് നേരെയും ഒക്കെയുള്ള ആക്രമണങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. വസന്ത്, സംഘപരിവാറിന് ഇത്തരത്തിലൊരു ലൈൻ ഉണ്ടാകുമ്പോൾ അതിനെ ചെറുക്കാൻ കോൺഗ്രസിനാകണമല്ലോ എന്നുള്ളതാണ് നമുക്കിതിൽ ന്യായമായി ഉണ്ടാകുന്ന സംശയം. അതാണ് ആദ്യഘട്ടത്തിൽ ഉയർത്താൻ ശ്രമിച്ചതും. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ വസന്ത്, ഈ പ്രശ്നങ്ങൾ തെലങ്കാനയിൽ നടക്കുമ്പോൾ രേവന്ത് റെഡ്ഡി കേരളത്തിൽ വന്ന പിണറായി വിജയനെ വർഗീയവാദി എന്ന് വിളിക്കുകയാണ്. അപ്പോൾ വർഗീയവാദികളുടെ അഴിഞ്ഞാട്ടം സ്വന്തം സംസ്ഥാനത്ത് ഉണ്ടാകുന്നത് തിരിച്ചറിയാനാകണ്ടേ ആ മുഖ്യമന്ത്രിക്ക്? അല്ല, ഞാൻ ശ്രീ ശിവദാസൻ നായരോട്, അദ്ദേഹം LDFന്റെ പ്രതിനിധിയോട് വലിയ അർത്ഥത്തിൽ ഐക്യദാർഢ്യപ്പെടുകയാണ്. അദ്ദേഹം പറഞ്ഞ എല്ലാ വിഷയങ്ങളും വളരെ കൃത്യമാണ്. അദ്ദേഹം അതിന്റെ ഇടയിൽ കോൺഗ്രസിന് നേരെ ഒരു കൂരമ്പ് കൂടി എഴുതി കളഞ്ഞേക്കാം എന്ന് വിചാരിച്ചില്ല. അതാണ് ശരിയായ സ്റ്റാൻഡ്. പക്ഷെ അസിത, നിങ്ങൾ പറയുന്നത് നോക്കൂ, എന്താണിത്? ഇതിവിടെ രേവന്ത് റെഡ്ഡി കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പ് അവിടെ ഈ വിഷയം അറിഞ്ഞിട്ടാണോ അദ്ദേഹം ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ വരുന്നത്? അല്ല. പക്ഷേ സംഘപരിവാർ വളരെ ആസൂത്രിതമായി രാജ്യമൊട്ടുക്കും, പ്രത്യേകിച്ച് പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്നിടത്ത്, കേരളത്തിലടക്കം ഇല്ലെന്ന് പറയാൻ പറ്റുമോ, കേരളത്തിൽ തൃശ്ശൂരിലെ പള്ളി പൊളിക്കണം എന്ന് BJP പറയുന്നു. അങ്ങനെ വിവിധ മതന്യൂനപക്ഷങ്ങൾക്കെതിരായി എങ്ങനെയാണോ അവർക്കൊരു വോട്ട് ബാങ്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ ഒരു നരേറ്റീവ് സൃഷ്ടിച്ച് അവിടെ ആക്രമം അഴിച്ചുവിടുന്നുണ്ട്. അതിനെ പ്രതിരോധിച്ചാൽ മതിയാവൂ. അത് തെലുങ്കാനയിലാവട്ടെ, കേരളത്തിലാവട്ടെ, ഡൽഹിയിലാവട്ടെ. നോക്കൂ, മണിപ്പൂർ കത്തിയെരിഞ്ഞ് ഒന്നും മിണ്ടാതിരുന്ന നരേന്ദ്രമോദി
ഏതാണ്ട് കുറെ മാസങ്ങൾക്ക് ശേഷം പറയാണ് എന്റെ ഹൃദയം വേദനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ പിറ്റേന്ന് ഡൽഹിയിൽ സഭാ അധ്യക്ഷന്മാരെ ഒപ്പം പോയി ചായ കുടിക്കാൻ പോവുകയാണ്. ഇന്ന് ഈ വിഷയം നടക്കുമ്പോൾ ഇവിടെ രാജ്നാഥ് കോവിന്ദ് ഇന്ന് കേരളത്തിൽ വന്ന് കാഞ്ഞിരപ്പള്ളിയിലെ ബിഷപ്പുമായി ഒന്നിച്ച് ചായ കുടിക്കാൻ പോകുന്നു. അതായത് എവിടെയാണോ ഇവർക്ക് കൃത്യമായി വോട്ട് ബാങ്കായി ന്യൂനപക്ഷങ്ങൾ മാറുന്നത്, അവരുടെ അരമനയുടെ അടുക്കള പുറത്തേക്ക് പോവുക, ചായ കുടിക്കുക, അവരെ ചേർത്ത് പിടിക്കുക, അല്ലെങ്കിൽ എവിടെയാണോ മുസ്ലിം ന്യൂനപക്ഷമുള്ളത് അവരുടെ സംഘടനകളുടെ ഒപ്പം പോവുക, അവരെ ചേർത്ത് പിടിക്കുക തുടങ്ങിയ പരിപാടികളാണ് ഇവർ നടത്തുന്നത്. നോക്കൂ, ഇവർക്ക് ക്രിസ്ത്യാനി എന്നുള്ളതല്ല ഇവരുടെ പ്രശ്നം. ഇപ്പൊ നേരത്തെ ശ്രീ ഷൈജു ആന്റണി പറഞ്ഞു അവിടെ മദർ തെരേസയുടെ ചിഹ്നമുള്ളതാണ്, ഞാൻ അദ്ദേഹത്തെ എതിർക്കുകയില്ല. പക്ഷേ നോക്കൂ, RSSന്റെ സംഘപരിവാരത്തിന്റെ വളരെ കൃത്യമായി 100 വർഷങ്ങൾക്ക് മുമ്പ് 1923 സവർക്കർ എഴുതി വെച്ച ഹിന്ദുത്വ എന്ന് പറയുന്ന ബുക്കിൽ കൃത്യമായി പറയുന്നുണ്ട് അവർക്ക് ക്രിസ്ത്യാനി പ്രശ്നമല്ലെന്നേ, അവർക്ക് മുസ്ലിം പ്രശ്നമല്ല, അവർ ആഗ്രഹിക്കുന്നത് പൊളിറ്റിക്കലൈസേഷൻ ഓഫ് ഹിന്ദു ആണ്. എവിടെയാണ്, എന്തുകൊണ്ടാണ് കഴിഞ്ഞ വർഷം ഇതേ പ്രശ്നം, ഞാൻ അവിടുത്തെ സിസ്റ്റേഴ്സുമായി സംസാരിച്ചാണ് ഈ ആക്രമണം ഉണ്ടായ സ്ഥലത്ത്. അപ്പൊ അവർ പറയുന്നത്, ഇപ്പൊ നേരത്തെ ഷൈജു ആന്റണി പറഞ്ഞുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, കഴിഞ്ഞ വർഷവും ഇതേ ആക്ഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ റിയാക്ഷൻ ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടാണ്? കഴിഞ്ഞ വർഷം അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കളം ഒരുങ്ങിയിരുന്നില്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരുന്നില്ല. കഴിഞ്ഞ വർഷം BJP പ്രതീക്ഷിച്ച 400 സീറ്റ് എന്ന വീമ്പ് പറച്ചിലിന് അപ്പുറത്തേക്ക് ഇവർക്ക് 150 സീറ്റിൽ കൂടുതൽ കിട്ടില്ല എന്നുള്ള സത്യസന്ധമായ അവരുടെ ഇന്റേണൽ റിപ്പോർട്ട് അവരുടെ മേശപ്പുറത്തില്ല. അപ്പോൾ എങ്ങനെയും പിടിച്ചു നിൽക്കാൻ വേണ്ടി, പ്രതിപക്ഷ നേതൃസ്ഥാനമെങ്കിലും കൈക്കലാക്കാൻ വേണ്ടി, 4 സീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി, എന്ത് കൊള്ളരുതായികയും ചെയ്യാൻ വേണ്ടി അവർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർക്ക് മദർ തെരേസയോടല്ല പ്രശ്നം, അവർക്ക് ആ ക്രിസ്ത്യൻ വൈദികനോടുമല്ല പ്രശ്നം. അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ അവിടെ ഒരു പൊളിറ്റിക്കലൈസേഷൻ ഓഫ് ഹിന്ദു ഉണ്ടാകും, ഹിന്ദുവിനെ പൊളിറ്റിക്കലൈസ് ചെയ്യാം, അങ്ങനെ അതൊരു വോട്ട് ബാങ്ക് ആക്കി സൃഷ്ടിച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റ് ഉണ്ടാക്കി കളയാം എന്നുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിനെ അവിടെ എന്താണ് ഒറ്റതിരിഞ്ഞ് കോൺഗ്രസിനെ ആക്രമിച്ചോ, അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്നതിനെ ഒറ്റതിരിഞ്ഞ് CPM സർക്കാരാണ് എന്ന് പറഞ്ഞ് CPM-നെ ആക്രമിച്ചോ, മത നിരപേക്ഷ കക്ഷികൾ, മതനിരപേക്ഷമായി ചിന്തിക്കുന്ന ഞാനും അസിതയും പോലെയുള്ളവർ, ഷൈജു ആന്റണിയെ പോലെയുള്ളവർ 4 ദിക്കിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുന്തം വെച്ച് കുത്താൻ തുടങ്ങിയാൽ അതിന്റെ ഇടയിൽ ലാഭം ഉണ്ടാക്കാൻ പോകുന്ന സംഘപരിവാറാണ്. അത് തിരിച്ചറിയണ്ടേ? അത് തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, ആ സംഘപരിവാർ ശക്തികളെ നഖശിഖാന്തം എതിർക്കണം, ആശയപരമായി എതിർക്കണം. ഇപ്പൊ നോക്കൂ, ഗോവിന്ദ് പൻസാര ആക്രമിക്കപ്പെടുന്ന അയാൾ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണോ? ഗൗരി ലങ്കേഷ് ആക്രമിക്കപ്പെടുന്ന അവർ മുസ്ലിം ആയതുകൊണ്ടാണോ? അല്ല, സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം പറയുന്നവരെ മുഴുവൻ ഒന്നാമതായി അവർ ആക്രമിക്കും. രണ്ടാമതായി അവരെ ഒരാളെ ആക്രമിച്ചാൽ സംഘപരിവാറിന് വോട്ട് ബാങ്കിൽ ഗുണമുണ്ടാകുമോ? ഉണ്ടാവുമെങ്കിൽ അവർ ആക്രമിക്കും. ഇതിൽ വളരെ കൃത്യമായ സ്റ്റാൻഡ് എടുക്കേണ്ടത് കേരളത്തിലെ അടക്കം ഞാൻ അടക്കം ഉൾപ്പെടുന്ന ആ ക്രിസ്ത്യൻ മതത്തിന്റെ മതമേലധ്യക്ഷന്മാരടക്കമുള്ളവരാണ്. നമ്മളുടെയൊക്കെ അരമന പുറത്തേക്ക്, ഈ പറയുന്ന രൂപതകളുടെയൊക്കെ അരമന പുറത്തേക്ക് ഇവർ വരുമ്പോ നിർത്തി ചോദിക്കാനുള്ള ആർജവം കാണിക്കുന്നത്. അത് തൃശ്ശൂരിൽ ഒരു വൈദികൻ കാണിച്ചു, ഞാൻ അദ്ദേഹത്തോട് ഐക്യദാർഢ്യപ്പെടുകയാണ്. നോക്കൂ, നിങ്ങൾ മണിപ്പൂരിൽ എന്താണ് നിങ്ങളുടെ ഉത്തരം? തൃശ്ശൂർ അതിരൂപത കൃത്യമായത് സുരേഷ് ഗോപിയോട് പറഞ്ഞു, മണിപ്പൂർ കത്തിയെറിഞ്ഞപ്പോ ഈ ആണൊരുത്തൻ എവിടെയായിരുന്നു എന്ന് ചോദിക്കാനുള്ള ആർജവം തൃശ്ശൂർ അതിരൂപത കാണിച്ചു കഴിഞ്ഞു. ലത്തീൻ സഭകൾ അത് കൃത്യമായി ചെയ്യുന്നുമുണ്ട്. അത് നമ്മളടക്കമുള്ളവർ ചോദിക്കണം. ഈ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഇടയിലേക്ക് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ട് ഞങ്ങളാണ് ക്രിസ്ത്യാനികളെ മുഴുവൻ സംരക്ഷിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കേരള സ്റ്റോറി, ഇടുക്കി സ്റ്റോറി, അമേരിക്കൻ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് വരുമ്പോ ചോദിക്കണം, 25 വർഷം മുമ്പ് 2 പിഞ്ചു കുഞ്ഞുങ്ങൾക്കൊപ്പം നിങ്ങൾ ചുട്ടെരിഞ്ഞിച്ച് കൊന്ന ഒടുക്കം അതിന്റെ മുകളിൽ കയറി നിന്ന് നിങ്ങൾ ജയ് ശ്രീറാം ജയ് ശ്രീറാം എന്ന് വിളിച്ച ഞങ്ങളുടെ ക്രിസ്ത്യൻ മിഷണറി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കണം. മണിപ്പൂരിൽ തെരുവിൽ നഗ്നരായി വലിച്ചടയ്ക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഭാര്യ ഓർമ്മയുണ്ടോ? എന്താണ് പറയുന്നത്, അവിടുത്തെ നമ്മുടെ അതിർത്തി കാക്കുന്ന ജവാന്റെ ഭാര്യ ഓർമ്മയുണ്ടോ? അതൊന്നും RSSനോട് സംഘപരിവാരത്തോടും പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് കാര്യം, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഈ കൂട്ടർക്ക് യാതൊരു പങ്കുമില്ല. ഈ BJP പ്രതിനിധിയുടെ വോയിസ് എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് അതിൽ ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്തത്. രണ്ടാമതായി അവിടെ വലിച്ചടയ്ക്കപ്പെട്ടത് ആരാണ്? അവിടുത്തെ ഒരു ജവാന്റെ ഭാര്യയാണ്. അതും ഈ കുട്ടിയോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ലോകത്തിൽ ആദ്യമായി സ്വന്തം രാജ്യത്തെ ജവാന്മാരുടെ ശവപ്പെട്ടിയിൽ അഴിമതി കാണിച്ചു എന്ന ആരോപണം നേരിട്ടത് ഈ കൂട്ടരാണ്, അവർ തന്നെയാണ്. അതുകൊണ്ട് ആ വികാരങ്ങളൊന്നും ഈ കൂട്ടരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ അസിതയും ഷൈജു ആന്റണിയും ഈ BJP പ്രതിനിധിയോട് നിങ്ങൾ എന്താണ് മനസ്സിലാവാത്തതെന്ന് ചോദിക്കുന്നത് എടുത്തു. നമുക്ക് പൊട്ടൻ ഇൻ ദ സെൻസ്
കേൾക്കത്തില്ലാത്ത ആളെ നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ചികിത്സയൊക്കെ കൊടുത്ത് ശരിയാക്കി എടുക്കാൻ പറ്റും. പക്ഷെ പൊട്ടൻ അഭിനയിക്കുന്നവനെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. അതാണ് ഈ സംഘപരിവാർ. അതുകൊണ്ട് വളരെ കൃത്യമായി ഇവരുടെ മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള പീഡനങ്ങൾ തുറന്നു കാണിക്കപ്പെടണം. അതിൽ അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണോ, കമ്മ്യൂണിസ്റ്റ് ആണോ, സോഷ്യലിസ്റ്റുകളാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അവിടെ മതനിരപേക്ഷ ചിന്താഗതിയുള്ള സോഷ്യലിസ്റ്റുകൾ, ഇടതുപക്ഷം, കമ്മ്യൂണിസ്റ്റുകൾ, കോൺഗ്രസുകൾ എല്ലാവരും ഒത്തുചേർന്ന് നിന്നുകൊണ്ട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് ഇതിനെ എതിർത്തേ മതിയാകും. തുറന്ന മനസ്സോട് കൂടി കേൾക്കുകയാണ് വസന്ത്. എല്ലാ പോയിന്റും ഞാൻ എടുക്കുകയാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, എനിക്കതിലൊരു വ്യത്യസ്ത അഭിപ്രായം ഇത് മാത്രമാണ് വസന്ത്. അപ്പോൾ അങ്ങനെ ഒരു സംസ്ഥാനത്ത് ഒരു പ്രശ്നം ഉണ്ടാകുന്നു. ഇപ്പോൾ കേരളവും അതിൽ പ്രതിരോധം തീർത്തിട്ടുണ്ട് അല്ലെങ്കിൽ തീർക്കുന്നുണ്ട് എന്ന് വസന്തന് അറിയാവുന്ന കാര്യവുമാണ്. അപ്പോൾ അങ്ങനെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ നോക്കി കോൺഗ്രസ് പോലൊരു കക്ഷിയുടെ ഒരു മറ്റൊരു മുഖ്യമന്ത്രി വർഗീയവാദി എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നവും തോന്നുന്നില്ലേ? നോക്കൂ, രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന്റെ വേദിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന ആരോപണങ്ങൾ സ്വാഭാവികമാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കുന്നത്, ഇപ്പോൾ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കെതിരെ ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ അത് പറയുന്നുണ്ടല്ലോ. മറ്റേതെങ്കിലും ഒരു വിഷയമായിക്കോട്ടെ, അതൊക്കെ സ്വാഭാവികമായ പൊളിറ്റിക്കൽ സെൻസിൽ നമുക്ക് മനസ്സിലാക്കും. പക്ഷേ വർഗീയവാദി എന്ന വാക്കിന്റെ അർത്ഥവും വ്യാപ്തിയും രേവന്ത് റെഡ്ഡിക്ക് അറിയാത്തത് കൊണ്ടാകുമോ അതപ്പോൾ? അല്ല, നോക്കൂ, കേരളത്തിലെ പോലീസ് സംഘടനയ്ക്കുള്ളിൽ RSS ഉണ്ട് എന്ന് പറഞ്ഞത് CPI നേതാവ് ആനി രാജയല്ലേ. അപ്പൊ അതൊരു വിമർശനാത്മകമായ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമല്ലേ? അതിനെ എന്തുകൊണ്ടാണ് എതിർക്കത്തില്ലാത്തത്? കേരളത്തിലെ പോലീസിനുള്ളിൽ RSS ആണ് ഭരിക്കുന്നത് എന്നല്ലേ പറഞ്ഞത്? വളരെ കൃത്യമായി എന്താണ് നമ്മുടെ ശബരിമല വിഷയം ഉണ്ടാകുമ്പോൾ കേരളത്തിന്റെ പോലീസിനെ നിയന്ത്രിച്ചത് RSS ആണ് എന്ന് CPI നേതാക്കൾ പറഞ്ഞിട്ടില്ലേ? അതിലിപ്പോൾ പോലീസ് സേനയിലടക്കം വ്യത്യസ്ത അഭിപ്രായങ്ങൾ ആ പാർട്ടിയുടെ തന്നെ ആളുകൾ പറയുന്നെങ്കിൽ നമ്മൾ അതിന് സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത്. പക്ഷെ എന്റെ ചോദ്യത്തിന് മറുപടി ആയില്ലല്ലോ വസന്ത് പറയൂ, വ്യക്തിപരമായി അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? ഒറ്റ വാക്കിൽ ഇടവേളയിലേക്ക് പോകണം. അല്ല, ഞാൻ പറയട്ടെ, ഈ RSS ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വിളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പേര് ഈ രാജ്യത്ത് ഏറ്റവും ആദ്യം വിളിച്ചത് ആരാണ്? അച്യുതാനന്ദൻ, VS അച്യുതാനന്ദനാണ്. RSSന് വടിവെച്ചുകൊണ്ട്. ശരി, ഞാൻ വസന്തിലേക്ക് മടങ്ങി വരാം. ചർച്ചയിലേക്ക് വീണ്ടും മിഥുൻ വിജയകുമാർ. ആ നാടിന്റെ കൾച്ചർ ആ സ്കൂളിന് മാത്രം മനസ്സിലാകാത്ത പ്രശ്നമല്ല, അവിടെ ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ലക്ഷ്യം എന്നത് വ്യക്തമായി മാറുന്നില്ലേ? നോക്കൂ വസിത, ഇവിടെ എനിക്ക് 3 പേർക്ക് മറുപടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് താങ്കൾ സമയം തരുമെന്ന് കരുതുന്നു. കോൺഗ്രസിൻ്റെ സംസ്കാരശൂന്യനായ പ്രതിനിധിക്ക് പോലും മറുപടി കൊടുക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം ശ്രീ ഷൈജു ആൻ്റണി സൂചിപ്പിച്ച കാര്യങ്ങളിലേക്ക് വരാം. അദ്ദേഹത്തോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ ഒരു പുതിയ സ്ഥാപനം, ഇപ്പോൾ ഒരു പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻ വരികയാണെങ്കിൽ അവർക്ക് സൺഡേ ഹോളിഡേ വേണം എങ്കിൽ ഒരു കുട്ടി അവിടെ അപേക്ഷ നൽകണോ? മാതാപിതാക്കളോട് പറഞ്ഞിട്ട് വേണോ അവിടെ സൺഡേ ഹോളിഡേ എനിക്ക് വേണമെന്ന് പറഞ്ഞത്? കാരണം അതൊരു പോപ്പുലർ കൾച്ചറിൻ്റെ ഭാഗമാണ്. ഇവിടെ വെള്ളിയാഴ്ചകളിൽ 2 മണിക്കൂർ ബ്രേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതിനൊരു പ്രത്യേക പെർമിഷൻ വാങ്ങിയിട്ട് വരണോ? അതിൻ്റെ ആവശ്യമില്ല, കാരണം അതൊരു പോപ്പുലർ കൾച്ചറിൻ്റെ ഭാഗമാണ്. പക്ഷേ തെലങ്കാനയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അവിടുത്തെ ഹിന്ദുവിൻ്റെ പോപ്പുലർ കൾച്ചർ എന്താണെന്ന് അറിയുക പോലില്ല. അതിനെക്കുറിച്ച് എത്ര വാദിച്ചു കഴിഞ്ഞാലും അസിതയ്ക്കോ ഷൈജു ആന്റണിക്കോ ഇവിടെ ശ്രീ ശിവദാസനോ മനസ്സിലാവില്ല. കാരണം അതൊരു പോപ്പുലർ കൾച്ചറിന്റെ ഭാഗമല്ല. ഞാൻ താങ്കളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം അതാണ്. അല്ല, അവർക്കൊരു പെർമിഷൻ വേണ്ടി വന്നു. അവർക്ക് അവിടെ ഒരു പെർമിഷൻ എടുക്കണം. അവർക്ക് അവരുടെ കൾച്ചറൽ വിശ്വാസത്തെ അവരുടെ കൾച്ചറോ അവരുടെ വിശ്വാസമോ ഒന്നും പാടില്ല എന്ന് സ്കൂൾ പറഞ്ഞിട്ടില്ല. മിഥുൻ, യൂണിഫോമിന് മുകളിൽ കാവിഷോൾ ധരിച്ചോ എന്ന് സ്കൂൾ മാനേജ്മെന്റ് പറയുന്നതിൽ എന്താണ് പ്രശ്നം മിഥുൻ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ വർഷമാണ് ആദ്യമായിട്ടുണ്ടാകുന്ന കൾച്ചർ. അത് അസിതയ്ക്ക് മനസ്സിലാവില്ല. 2024 മാത്രമുണ്ടായ കൾച്ചറാണ്. അതിനു മുമ്പ് കൾച്ചറില്ല. ഒരു പോപ്പുലർ കൾച്ചറിന്റെ ഭാഗമല്ല. മനസ്സിലായില്ലേ? 2024 മാത്രമാണ് ഇതുണ്ടായത്. ഹിന്ദുവിന്റെ കൾച്ചർ അതിന് പ്രാധാന്യമില്ല. അതിനൊരു പ്രാധാന്യം കൊടുക്കണ്ട. ഞാൻ അതൊരു മാൻഡേറ്ററി ഡ്രസ് കോഡാണെന്ന് ഒരിക്കലും ഇവിടെ വാദിക്കുന്നില്ല. പക്ഷേ അതിനോട് പലപ്പോഴും ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. 2024 വരെ നിങ്ങൾക്ക് ഈ കൾച്ചർ ഉണ്ടായിരുന്നില്ല. സാഫ്രൺ ഷാൾ ധരിച്ചു പോകുന്ന എത്രയോ കുട്ടികൾ ആ സംസ്ഥാനത്ത് സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അവിടെയും പോയി അന്വേഷിക്കണം. എത്രയോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ സാഫ്രൺ ഷാൾ ധരിച്ച് പോലീസുകാരൊന്നും കാണാൻ കണ്ടില്ല. താങ്കൾക്ക് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ കാര്യം മാത്രമേ താങ്കളുടെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഒരുപാട് ഈ പറയുന്ന പോലെ സ്റ്റേറ്റ് അറിയില്ല. മിഥുൻ എന്നെ പോലും ശ്രദ്ധിക്കുന്നില്ല. മിഥുൻ, ഇങ്ങനെ ഒരു സംസ്കാരം പുതുതായി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന്റെ അപകടത്തെ കുറിച്ചാണ് മിഥുൻ നമ്മൾ പറയുന്നത്. ആ സ്കൂളിൽ അതിന് മുൻപ് അത് ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ യൂണിഫോമിന് മുകളിൽ അത് ധരിച്ചോളൂ എന്ന മാനേജ്മെന്റ് പറയുന്നുണ്ട്. മിഥുൻ, അതിലെന്താണ് പ്രശ്നം? രജിസ്റ്റർ ആവുന്നില്ല. അതൊരു അത്ഭുതമല്ലേ?
അസിത ഇവിടെ സൺഡേ ഹോളിഡേ എന്ന കോൺസെപ്റ്റ് എങ്ങനെ വന്നു? അത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്ന ഒരു സംസ്കാരമാണ്. സുഹൃത്തേ, ഇവിടെ ആ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് ആ സ്കൂൾ മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഥുൻ പറയുന്ന വാദം അല്പമെങ്കിലും മുഖവിലക്കെടുക്കാം. ഇവിടെ അങ്ങനെയല്ല. യൂണിഫോം ധരിച്ചു എന്ന് പറയുന്നതിൽ എന്താണ് പ്രശ്നം? ഇവിടെ ആരുടെ വിശ്വാസത്തെയാണ്, ആരുടെ സംസ്കാരത്തെയാണ് പൂർത്തിയാക്കിയിട്ടേ പോവുകയുള്ളൂ. അത് താങ്കൾ എത്ര ഇടപെട്ടിട്ടും കാര്യമില്ല. ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ ഞാൻ ചോദിച്ച ഉദാഹരണങ്ങൾക്ക് താങ്കൾക്ക് മറുപടിയില്ല. കാരണം അത് താങ്കൾ വിശ്വസിക്കുന്നത് പോപ്പുലർ കൾച്ചറിന്റെ ഭാഗമാണെന്ന്. തെലങ്കാനയിലെ ഹിന്ദുക്കളുടെ പോപ്പുലർ കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള ഒരു വിശ്വാസത്തെക്കുറിച്ചാണ് താങ്കളോട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഷൈജു ആന്റണിക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. കാരണം എന്താ? അതിന് അവർ സ്പെഷ്യൽ പെർമിഷൻ എടുക്കണമെന്ന് അവരുടെ ആചാരം അനുഷ്ഠിക്കാൻ അവർ സ്പെഷ്യൽ പെർമിഷൻ എടുക്കണം. നേരെ മനസ്സിലായോ? ആ സ്ഥാപനത്തിൽ ഇതുവരെ അങ്ങനെ ഒരു സാധനമില്ല. മറുപടി കൊടുക്കാണ്ട് ഷൈജു ആന്റണി മാത്രം. ആ സ്ഥാപനത്തിൽ ഇതുവരെ അങ്ങനെ ഒരു സാധനമില്ല. ഞാൻ താങ്കളോട് പറയേണ്ട മറുപടി പറഞ്ഞു കഴിഞ്ഞു. താങ്കൾക്ക് അത് മനസ്സിലായില്ല, എന്റെ കുഴപ്പമില്ല. ഇവിടെ ശ്രീ ശിവദാസൻ സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ശിവദാസൻ പറയുകയാണ് സ്റ്റേറ്റ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ തികഞ്ഞ വർഗീയത പറയാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ അതിന് മറുപടി പറഞ്ഞിരിക്കും. അദ്ദേഹത്തിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ പാർട്ടി ഭരിച്ച നന്ദിഗ്രാം അവിടെ സ്റ്റേറ്റ് മെഷീനറി ഉപയോഗിച്ച് 14 പേരെ വെടിവെച്ച് കൊന്നത് എന്തിനായിരുന്നു ശ്രീ ശിവദാസൻ? കാരണം അവിടെ സ്ഥലം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ലാൻഡ് അക്വിസിഷന് വേണ്ടിയിട്ട് 14 പേരെ കൊന്ന പാർട്ടിയുടെ വക്താവ് ഇവിടെ വന്നിട്ട് വലിയ പ്രസംഗം നടത്തുകയാണ്. സ്റ്റേറ്റ് മെഷീനറി ഉപയോഗിച്ച് ആളുകളെ കൊന്നതിന്റെ കണക്ക് പറയുകയാണ്. അദ്ദേഹത്തിന് നാണമുണ്ടോ? അദ്ദേഹത്തിന് കൽബുർഗിയുടെ വിഷയം മനസ്സിലാവും. അദ്ദേഹത്തിന് IBS കോളേജ്, ഇതേ തെലങ്കാനയിലെ IBS കോളേജിലെ വിദ്യാർത്ഥിയുടെ പേരെന്താ ചോദിച്ചാൽ അദ്ദേഹത്തിന് അറിയണ്ടാവില്ല. അദ്ദേഹത്തിന് ഒരുപക്ഷെ രാജസ്ഥാനിൽ കൊല ചെയ്യപ്പെട്ട കനയ്യ കുമാറിന്റെ പേര് വെച്ചാൽ അദ്ദേഹത്തിന് അറിയുകയുണ്ടാവില്ല. കാരണം അതൊന്നും അദ്ദേഹത്തിന് വിഷയങ്ങളല്ല. ഇവിടെ നേരത്തെ അല്ലല്ല കോൺഗ്രസ് പ്രതിനിധി ഒരു വ്യക്തിപരമായ ആക്ഷേപം നടത്തിയ കോൺഗ്രസ്കാരുണ്ടല്ലോ. അല്ല, കോൺഗ്രസ്സുകാരനോട് എനിക്കൊരു മറുപടി കൊടുക്കാനുണ്ട്. അല്ല ഇവിടെ വ്യക്തി അധിക്ഷേപം നടത്തി. അപ്പോൾ ഇനി ഞാൻ പറയട്ടെ, എനിക്ക് കിട്ടിയിട്ടുള്ള സമയത്ത് ഞാനതിനകത്ത് പറയുന്ന ഒരു കാര്യം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ത്യയിൽ വർഗീയതക്കെതിരായിട്ടുള്ള ഏറ്റവും ഉശിരായ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന ആളുകളിൽ ഒരാളാണ്. ആ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി തെലങ്കാനയുടെ മുഖ്യമന്ത്രി ശ്രമിച്ചു എന്നുള്ളത് നിന്ദ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് കോൺഗ്രസ് പ്രതിനിധി അംഗീകരിക്കണം എന്നുള്ള അഭ്യർത്ഥന എനിക്കുണ്ട്. അതെന്തുകൊണ്ടെന്നാൽ രേവന്ത് റെഡ്ഡി ABVP-കാരനായി രാഷ്ട്രീയ പ്രവേശനം നടത്തിയ RSSന്റെ ഭാഗമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് വന്ന് പിന്നീട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള BJP-യോടൊപ്പം ചേർന്ന് നിന്നിട്ടുള്ള TRSന്റെ ഭാഗമായി പിന്നീട് TDP-യുടെ ഭാഗമായിട്ട് രാഷ്ട്രീയത്തിൽ നിന്നിട്ട് സമീപ വർഷത്തിൽ മാത്രം കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരാളാണ്. അങ്ങനെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഇദ്ദേഹം RSSന്റെ ആളുകൾ എന്ന് പറയപ്പെടുന്ന RSSനാൽ പ്രചോദിപ്പിക്കപ്പെട്ടുള്ള ആളുകളാണ് ഈ അക്രമത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളതെന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അങ്ങനെ വസ്തുതകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ സ്കൂൾ അധികാരികൾക്കെതിരായിട്ട് കേസെടുക്കുകയും അവർക്കെതിരായി FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയും ചെയ്യുന്നു. അതിനെതിരായി ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിനെതിരായി നടന്നിട്ടുള്ള അക്രമത്തിനെതിരായി ഒരക്ഷരം പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് അദ്ദേഹം സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി. എന്തുകൊണ്ടാണ് RSSന്റെ രാഷ്ട്രീയത്താൽ പ്രചോദിതമായിട്ടുള്ള ഈ അക്രമത്തെക്കുറിച്ച് അദ്ദേഹം മിണ്ടാതിരുന്നിട്ടുള്ളത്? RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുള്ള KPCCയുടെ പ്രസിഡന്റിന് ഒരുപക്ഷെ അതിൽ അത്ഭുതം തോന്നില്ല. ഇവിടെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ പ്രാഥമികമായിട്ടുള്ള ചുമതലയാണ് തൻ്റെ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനം, തൻ്റെ സംസ്ഥാനത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനം സമാധാനപരമായ നിലയിൽ പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത്. എന്നിട്ട് അതിനെക്കുറിച്ച് ഒരക്ഷരം പോലും അവിടെ ഉണ്ടായിട്ടുള്ള അക്രമ സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാതിരുന്നിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ഈ രാജ്യത്ത് നൽകുന്ന സന്ദേശം എന്താണ്? അത് RSSനോടുള്ള വിധേയത്വമാണ്. പള്ളി പൊളിക്കാൻ ഞങ്ങൾ ഇഷ്ടിക കൊടുത്തയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കോൺഗ്രസ് നേതാക്കളുടെ മറ്റൊരു മുഖമാണ് രേവന്ത് റെഡ്ഡിയിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് രേവന്ത് റെഡ്ഡി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം മതനിരപേക്ഷ കക്ഷികൾക്ക് പിന്തുണയും ശക്തിയും പകരുന്ന രാഷ്ട്രീയമല്ല. അദ്ദേഹം പഠിക്കേണ്ടത് കേരളത്തിൽ നിന്നാണ്. CAA നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ നിൽക്കുന്നു. CAA കുറിച്ച് ഒരക്ഷരം പറയാത്ത, RSSനെതിരായി പ്രതികരിക്കാത്ത ABVP-യുടെ ഭൂതകാലമായിട്ട് നിൽക്കുന്ന രേവന്ത് റെഡ്ഡി മറുഭാഗത്ത് നിൽക്കുന്നു. അതുകൊണ്ട് കേരളത്തിൽ വന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ അത്യന്തം അപലനീയമായും തള്ളിക്കളയേണ്ടതുമാണ് എന്നുള്ളത് വീണ്ടും
ഈ സംഭവങ്ങൾ ഇവിടെ അവിടെ ഉണ്ടായിട്ടുള്ള തെലുങ്കാനയിലെ സംഭവങ്ങൾ തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. ശ്രീ വി ശിവദാസൻ MP, ഒപ്പം തന്നെ വസന്ത് സിറിയക്ക, ഷൈജു ആന്റണി, മിഥുൻ വിജയകുമാർ, എല്ലാവർക്കും നന്ദി. ന്യൂസ് ആൻഡ് വ്യൂസിൽ സഹകരിച്ചതിന്. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുകയാണ്. നമസ്കാരം.